നമസ്കാരം, എല്ലാവർക്കും അലിഗ്രോ മാത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ട്രിഗണോമെട്രി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, PSC പരീക്ഷകൾക്ക് ട്രിഗണോമെട്രി എന്താണ്? ഇല്ല, നമ്മൾ ഇത് ഫോക്കസ് ചെയ്യുന്നത് RRB എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികളെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു ക്ലാസ് ആണ്. ട്രിഗണോമെട്രിയുടെ ഒരു സീരീസ് ആയിരിക്കും നമ്മൾ ചെയ്യാനായിട്ട് പോകും. ഒരുപാട് പേര് ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ക്ലാസ് ആണ്. അപ്പോൾ ഒരുപാട് പേർക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മേഖലയാണ് ട്രിഗണോമെട്രി. പ്രത്യേകിച്ച് ഈ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക്, സയൻസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് +1 +2 ട്രിഗണോമെട്രി പഠിക്കാത്തവർക്ക് അത്യാവശ്യം ഭയങ്കര രീതിയിൽ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ട്രിഗണോമെട്രി. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു സീരീസ് ഓഫ് ക്ലാസ്സുകളാണ്. എന്ന് പറഞ്ഞാൽ ട്രിഗണോമെട്രിയുടെ ഈ ഒരു ക്ലാസ് കൊണ്ട് മാത്രം തീരുന്നില്ല, വെരി ബേസിൽ നിന്ന് വളരെ താഴെ ലെവലിൽ നിന്നുകൊണ്ട് ബേസ് പഠിപ്പിച്ചുകൊണ്ട് പറഞ്ഞു വരുന്ന ഒരു സീരീസ് ആയിരിക്കും ഈ ഒരു ക്ലാസ്. അപ്പോൾ കുറെ പേർക്ക് അറിയാമെന്നുള്ളവർക്ക് ഈ പറയുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കണ്ട് പോവാം. അപ്പോൾ വളരെ ബേസിക്കിൽ നിന്ന് തുടങ്ങുന്ന ഒരു ക്ലാസ് ആണ് ട്രിഗണോമെട്രിയുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ. അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പ്രത്യേകിച്ച് നമ്മുടെ RRB. ഈ വർഷം നമുക്ക് RRBയുടെ കുറെ എക്സാംസ് ഉണ്ട്. അപ്പൊ RRB എക്സാം എഴുതുന്നവരെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ് ആണ്. വളരെ ബേസിൽ കൊണ്ടുള്ള ക്ലാസ് ആയിരിക്കും ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് പ്രയോജനപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് കണ്ടതിന് ശേഷം ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു അല്ലെങ്കിൽ പെടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഫീൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രിഗണോമെട്രി കംപ്ലീറ്റ് ആയിട്ട് എന്തായാലും ഈ ഒരു ടോപ്പിക്, ട്രിഗണോമെട്രി എന്ന് പറഞ്ഞ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നിങ്ങളുടെ കമ്പൈൻഡ് സ്റ്റഡി ഗ്രൂപ്പുകളിലോ നിങ്ങളുടെ കൂടെ പഠിക്കുന്നവരോ അവർക്കൊക്കെ ഇത് പ്രയോജനം ചെയ്യുന്ന നിങ്ങൾക്ക് ബുദ്ധിയും ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം ഈ പറയുന്ന ക്ലാസ്സുകൾ. ഓക്കെ അല്ലേ? ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്തായാലും ഈ പറയുന്ന ബേസ്, ഉറപ്പായിട്ട് ഞാൻ പറയുന്നത് ബേസ് കുറവായിട്ടിരിക്കുന്നവർക്ക് എന്തായാലും ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. വളരെ ബേസിൽ നിന്നുണ്ടായിരിക്കും ക്ലാസ്സുകൾ തുടങ്ങുക. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് എന്താണെന്നുള്ള കാര്യങ്ങൾ, ട്രിഗണോമെട്രിയുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് കാര്യങ്ങൾ, ബേസിക് കാര്യങ്ങൾ നമുക്ക് പഠിച്ച് സെറ്റ് ആവും. ഓക്കെ അല്ലേ? യെസ്, ബേസ്. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ ട്രിഗണോമെട്രി എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഞാനൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളിനെ പറ്റിയായിരിക്കും പറഞ്ഞു തുടങ്ങുന്നത്. ഓക്കെ, റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ എന്താണ്? ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ മലയാളത്തിലും കൂടെ പറയും. മലയാളക്കാർ പ്രത്യേകിച്ച് നമ്മുടെ ഈ പറയുന്ന RRB ഗ്രൂപ്പ് ഡിയിൽ ഒരുപാട് കൂട്ടുകാരൊക്കെ മലയാളം ഒപ്റ്റ് ചെയ്തവരുണ്ടാവും. അവർക്കൊക്കെ മലയാളത്തിലായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പൊ ഞാൻ പറയുന്നത് മലയാളത്തിലും കൂടെ ആയിരിക്കും പറഞ്ഞു. ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഞാൻ ഇംഗ്ലീഷിലായിരിക്കും ഡിസ്പ്ലേ ചെയ്യുക, എങ്കിലും ഞാൻ അതിലുള്ള മലയാളത്തിലുള്ള കാര്യങ്ങൾ കൂടെ പറഞ്ഞായിരിക്കും. ഓക്കെ അല്ലേ? ശരി, പറഞ്ഞു തരാം. അപ്പോ ആദ്യം ഞാൻ പറയുന്നത് റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളിനെ പറ്റിയാണ്. റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ എന്താണ്? ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഒരു ട്രയാംഗിളിലുള്ള ഒരു ആംഗിൾ അല്ലെങ്കിൽ ഒരു കോൺ 90 ഡിഗ്രി ഉള്ള ട്രയാംഗിൾസിനെ പറയുന്നതാണ് എന്ത്? നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. അപ്പോ ഒരു ട്രയാംഗിളിൽ ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി വന്നാൽ, നമ്മൾ 90 ഡിഗ്രി ഇങ്ങനെയാണ് നമ്മൾ നോട്ട് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി വന്നാൽ ആ ട്രയാംഗിളിനെ നമ്മൾ പറയുന്നതാണ് റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ എന്ന് പറയും. നമ്മൾ മലയാളത്തിൽ അതിനെ മട്ടത്രികോണം എന്ന് പറയും. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലെങ്കിൽ മട്ടത്രികോണം എന്ന് പറയും. കുഴപ്പമില്ലല്ലോ. ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം, എപ്പോഴും ഈ 90 ഡിഗ്രിക്ക് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡിനെ നമ്മൾ ഇംഗ്ലീഷിൽ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയും. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയും. അപ്പൊ ഒന്നും കൂടെ, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് എപ്പോഴും അതെന്തായിരിക്കും? അത് ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. നമ്മൾ അതിനെ മലയാളത്തിൽ നമ്മൾ പറയുന്നത് കർണം എന്നാണ്. അപ്പൊ ഒന്നും കൂടെ എങ്ങനെ മനസ്സിലാക്കാം? ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, ഒരു മട്ടത്രികോണത്തിലെ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് എപ്പോഴും അതിനെ പറയുന്ന പേരാണെന്ത്? ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയും. ഇനി അപ്പൊ ഈ 90 ഡിഗ്രിയോട് ചേർന്ന് കിടക്കുന്ന രണ്ട് വശങ്ങളുണ്ടല്ലോ, ഈ വശവും 90 ഡിഗ്രിക്ക് ചേർന്ന് കിടക്കുന്ന ഈ രണ്ട് വശം ഉണ്ടല്ലോ. അപ്പോ ഇതിനെ നമ്മൾ വിളിക്കുന്നത്, നമ്മൾ പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയുമായിട്ട് ചേർന്നിരിക്കുന്നത്, ശരിയല്ലേ? 90 ഡിഗ്രി ഉണ്ടാക്കുന്ന ആ ഒരു വശം,
ഈ രണ്ട് വശങ്ങൾ നമ്മൾ പറയുന്നത് പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറയും. പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറയും. ഓക്കെ അല്ലേ? ശരി. അപ്പൊ ഇതിനെ നമ്മൾ ബേസ് എന്നും ഇതിനെ നമ്മൾ എന്നും പറയും ഓൾട്ടിറ്റ്യൂഡ് എന്നും പറയും. അപ്പോ ഇത് ബേസ്, ഇത് ഓൾട്ടിറ്റ്യൂഡ്, ഇത് ബേസ്, ഇത് ഓൾട്ടിറ്റ്യൂഡ്. നമ്മൾ മലയാളത്തിന് ഇതിനെ പാദം എന്ന് പറയും. പാദം. ഓക്കെ. ഇതിനെ നമ്മൾ ലംബം എന്നും പറയും. ലംബം എന്ന് പറയും. ലംബം എന്നും പറയും. അപ്പൊ മലയാളം വാക്കും കൂടെ അങ്ങ് പറഞ്ഞു പോവാം. അപ്പൊ ഒന്നും കൂടെ എങ്ങനെയാണ് 90 ഡിഗ്രിക്ക് എതിരെ വരുന്ന വശത്തിന് നമ്മൾ ഹൈപ്പോട്ടന്യൂസ്, കർണം എന്ന് പറയും. ഇനി 90 ഡിഗ്രിയോടെ ചേർന്നിരിക്കുന്ന മറ്റു രണ്ട് വശങ്ങള് ഇത് ബേസ് ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഓൾട്ടിറ്റ്യൂഡ് ആയിരിക്കും. ബേസിനെ നമ്മൾ പാദം, ഇത് പാദമാണെങ്കിൽ ഇതെന്തായിരിക്കും? ലംബമായിരിക്കും. ക്ലിയർ ആണ്? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു തിയറം നമ്മൾ ഉപയോഗിക്കും. അതിന് നമ്മൾ പറയുന്നത് പൈതഗോറസ് തിയറം എന്നാണ്. പൈതഗോറസ് തിയറം. അപ്പൊ ഈ പറയുന്ന പൈതഗോറസ് തിയറം നിങ്ങൾക്ക് അറിയാമായിരിക്കും. പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്നാണ്. അപ്പൊ ഒന്നും കൂടെ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്നാണ്. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയും കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്ന് പറയാം. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു ഈക്വൽ ടു എങ്ങനെ പറയാം? ഇവിടെ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ആണ് ഇത് അല്ലേ? അപ്പൊ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്നാണ്. റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്നാണ്. മനസ്സിലായിക്കോട്ടെ? അപ്പൊ ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ പറയാം? റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്നാണ്. റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നുകൊണ്ട് അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ നിന്നുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം ബേസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഈ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇപ്പുറത്ത് വരും അല്ലെ? ബേസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആയിരിക്കും. അപ്പോ അതായത് നമുക്ക് പറയാം ഇതിൽ നിന്ന് ഈ ഒരു ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയാം ബേസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് എന്തായിരിക്കും? ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്നായിരിക്കും. അപ്പൊ ഒന്നും കൂടെ ബേസ് എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്നും അതേപോലെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ എന്ന് പറയാം. റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ എന്ന് പറയാം. അപ്പോ വെരി ബേസ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്താണെന്ന് പറഞ്ഞു, ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളുമായിട്ട് ബന്ധപ്പെട്ട സൈഡ്സ് ഒക്കെ എന്താണെന്ന് പറഞ്ഞു, അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പൈതഗോറസ് തിയറം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ട്രിഗണോമെട്രിയുടെ ചെറിയൊരു സ്റ്റെപ്പിലേക്ക് നമുക്ക് അങ്ങോട്ട് ആലോചിക്കാം, നോക്കാം. ഓക്കെ. അപ്പോ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉണ്ട്. ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഈ മട്ടത്രികോണത്തിൽ ഇതെന്താണ്? ഇത് 90 ഡിഗ്രിയാണ്. എങ്കിൽ ഞാൻ ഈ ഒരു ആംഗിളിനെ ഞാൻ എക്സ് ഡിഗ്രി എന്ന് പറഞ്ഞെടുത്തു. അപ്പൊ ഒന്നും കൂടെ ഇത് 90 ഡിഗ്രിയാണ്, ഇത് എക്സ് ഡിഗ്രിയാണ്. ഓക്കെ ആണ്. അപ്പൊ ഒന്നും കൂടെ ഇത് 90 ഡിഗ്രി, ഇത് എക്സ് ഡിഗ്രിയാണ്. അപ്പോ എപ്പോഴും നമുക്കറിയാം ഈ പറയുന്ന 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന അല്ലെ, ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്? അത് ഹൈപ്പോട്ടന്യൂസ് ആണ്. ആണേ കുഴപ്പമില്ലല്ലോ. ശരി. അപ്പൊ ഇനി നമ്മൾ ഈ ട്രിഗണോമെട്രിയായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് 90 ഡിഗ്രിയാണ്, ഇത് എക്സ് ഡിഗ്രി ആണെങ്കിൽ എക്സിന് ഓപ്പോസിറ്റ് വരുന്ന ഈ സൈഡിനെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയും. ഓക്കെ ആണോ? ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ എതിർവശം എന്ന് പറയാം. അപ്പൊ ഒന്നും കൂടെ ഈ എക്സ് ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഇതാണ് അല്ലെ? അതിന് നമ്മൾ എന്തെന്ന് പറയും? ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയാം. ഓപ്പോസിറ്റ് സൈഡ്. ഇനി ഈ എക്സിന്റെ അവിടെ ചേർന്ന് കിടക്കുന്ന വശം, അപ്പൊ നിങ്ങൾ ചോദിക്കും അവിടെ ഇതും ചേർന്നല്ലേ കിടക്കണം, അങ്ങനെ ചോദിക്കും. പക്ഷെ ഇതെന്താണ്? ചേർന്ന് കിടക്കുന്ന വശം തന്നെ, പക്ഷെ ഇതെന്താണ്? അത് ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ എക്സിന്റെ കൂടെ ഹൈപ്പോട്ടന്യൂസ് അല്ലാതെ എക്സിന്റെ കൂടെ ചേർന്ന് കിടക്കണം. അപ്പൊ ഒന്നും കൂടെ എക്സിന്റെ കൂടെ ഹൈപ്പോട്ടന്യൂസ് ഉണ്ട്, ഹൈപ്പോട്ടന്യൂസ് അല്ലാതെ ചേർന്ന് കിടക്കുന്ന വശത്തിനെ നമ്മൾ അഡ്ജസന്റ് സൈഡ് എന്ന് പറയും. അല്ലെങ്കിൽ സമീപവശം എന്നും പറയാം. മലയാളത്തിൽ സമീപവശം എന്ന് പറയും. ഇതെന്താണ്? എതിർവശം. അപ്പൊ ഒന്നും കൂടെ ഇതെപ്പോഴും 90 ഡിഗ്രിയാണ് അല്ലെ? അപ്പൊ ഒരു മട്ടത്രികോണത്തിനെ സംബന്ധിച്ച്, ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിനെ സംബന്ധിച്ച് ഇത് 90 ഡിഗ്രിയാണ്.
90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് എന്താണ്? ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ ഞാനിതാ ഈ ഒരു ആംഗിൾ എടുത്തു. ആ ഒരു ആംഗിൾ ഞാൻ എടുത്തത് എന്താണ്? എക്സ് ഡിഗ്രി എന്നാണ്. എക്സ് ഡിഗ്രി എന്നാണ്. നന്നായിട്ട് മനസ്സിലായോ? എക്സ് ഡിഗ്രി ആണ്. ഈ എക്സ് ഡിഗ്രിക്ക് നേരെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് അതെന്താണ്? ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ എതിർവശം എന്ന് പറയാം. ഇനി ഈ എക്സ് ഡിഗ്രിയോട് ചേർന്ന് കിടക്കണം, മനസ്സിൽ വരെ അപ്പുറത്ത് ഒരെണ്ണം ചേർന്ന് കിടക്കണം തോന്നരുത്. അതെന്താണ്? അത് ഹൈപ്പോട്ടന്യൂസ് ആണ്. ഹൈപ്പോട്ടന്യൂസ് അല്ലാതെ ചേർന്ന് കിടക്കുന്ന വശം അതിനെ നമ്മൾ എന്തെന്ന് പറയും? അതിനെ അഡ്ജസന്റ് സൈഡ് എന്ന് പറയും. അഡ്ജസന്റ് സൈഡ് എന്ന് പറയും. അഡ്ജസന്റ് സൈഡ് എന്ന് പറയും. ഓക്കെ ആണ്. അപ്പോ ഇത് 90 ഡിഗ്രി തന്നെയാണ്. ഈ ഒരു ആംഗിളിന് ഞാൻ എക്സ് ഡിഗ്രി എന്ന് പറഞ്ഞെടുത്താൽ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് ഓപ്പോസിറ്റ് സൈഡ്, അതിനോട് ചേർന്നുള്ളതിനെ നമ്മൾ അഡ്ജസന്റ് സൈഡ് എന്ന് പറയും. അഡ്ജസന്റ് സൈഡ് എന്ന് പറയും. ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചോദിക്കും ഈ ആംഗിൾ എന്ത്? ശരി, ഓക്കെ, വേറെ വിഷയമില്ല. ഈ ആംഗിളിനെ ഞാൻ y എന്ന് പറഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾ പറ, ഇത് y ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ y ഡിഗ്രി ആണെങ്കിൽ ഈ yക്ക് എതിരെ ഉള്ളത് ഇതെന്തായിരിക്കും? y യെ സംബന്ധിച്ച് ഇതായിരിക്കും എന്ത്? ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? അപ്പൊ y യെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ yയുടെ ഓപ്പോസിറ്റ് സൈഡ് ആണിത്. ഓക്കെ അല്ലേ? ഇനി y യെ സംബന്ധിച്ച് yയുടെ കൂടെ ചേർന്ന് കിടക്കുന്നത് ഇത് പറയരുത്. അതെന്താണ്? അത് ഹൈപ്പോട്ടന്യൂസ്. വൈഡോടെ ചേർന്ന് കിടക്കുന്ന വശം ഇതെന്തായിരിക്കും? ഇത് അഡ്ജസന്റ് സൈഡ് ആയിരിക്കും, അല്ലെങ്കിൽ സമീപ വശമായിരിക്കും. ക്ലിയർ ആണ്. അപ്പോ എക്സിനെ സംബന്ധിച്ച് ഇത് ഓപ്പോസിറ്റ് സൈഡ്, ഇത് അഡ്ജസന്റ് സൈഡ്. ഈ y ഡിഗ്രിയെ സംബന്ധിച്ച്, ഈ ആംഗിളിനെ സംബന്ധിച്ച് ഇതെന്താണ്? ഇത് ഓപ്പോസിറ്റ് സൈഡ്, ഇതെന്തായിരിക്കും? അഡ്ജസന്റ് സൈഡ്. ക്ലിയർ ആണ്. സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ട്രിഗണോമെട്രിക് റേഷ്യോസിനെ പറ്റിയാണ്. ഓക്കെ അല്ലേ? ഇതെല്ലാവർക്കും ക്ലിയർ ആയി? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. ഏതാണ് അഡ്ജസന്റ്, ഏതാണ് ഓപ്പോസിറ്റ് എന്നുള്ള കാര്യം മാറിപ്പോരുത്. ഓക്കെ അല്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ ബേസിക് ആയിട്ടുള്ള ട്രിഗണോമെട്രിക് റേഷ്യോസ് പറയാണ്. അപ്പൊ നമ്മൾ ബേസിക് ആയിട്ട് ഉപയോഗിക്കുന്ന ട്രിഗണോമെട്രിക് റേഷ്യോസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തത് സൈൻ എന്നും, രണ്ടാമത്തത് നമ്മൾ കോസ് എന്നും, മൂന്നാമത്തത് നമ്മൾ ടാൻ എന്ന് പറയും. വേറെ ഉണ്ടോ എന്ന് വെച്ചാൽ വേറെ ഉണ്ട്. പക്ഷെ നമ്മൾ ബേസിക് ആയിട്ട് ഇപ്പൊ പറയുന്നത് ഏതൊക്കെയാ? സൈനും കോസും ടാനും മാത്രം. അപ്പൊ ഒന്നും കൂടെ എങ്ങനെയാണ് ബേസിക് ആയിട്ടുള്ള ട്രിഗണോമെട്രിക് റേഷ്യോസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് സൈനും കോസും ടാനുമാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ എന്താണടാ എന്ന് ചോദിച്ചാൽ, ഈ സൈൻ എന്താണ്, കോസ് എന്താണ്, ടാൻ എന്താണെന്നൊക്കെ ചോദിച്ചാൽ സാധാരണ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഞാൻ ഇത് 90 ഡിഗ്രി എന്ന് പറഞ്ഞു, ഇതിനെ ഞാൻ എന്തെന്നെടുത്തു? എക്സ് ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പൊ ഈ ആംഗിൾ എത്രയാണ്? എക്സ് ഡിഗ്രിയാണ്. ഈ എക്സിന് ഓപ്പോസിറ്റ് വരുന്നത് എന്താണ്? ഇതല്ലേ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയാം. എക്സിന് ഓപ്പോസിറ്റ് വരുന്നതിന് നമ്മൾ എന്തെന്ന് പറയാം? ഓപ്പോസിറ്റ് എന്നും, എക്സിനോട് ചേർന്ന് കിടക്കുന്ന വശത്തിന് നമുക്ക് എന്തെന്നും പറയാം? അഡ്ജസന്റ് സൈഡ് എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സൈൻ എന്താണെന്ന് ചോദിച്ചാൽ, സൈൻ എക്സ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ഡിഗ്രി അല്ലെ? അപ്പൊ ഈ പറഞ്ഞത് എക്സ് ഡിഗ്രി അല്ലേ? അപ്പൊ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ അങ്ങ് പഠിച്ചോളാം. സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡ് ബൈ എന്താണ്? ഹൈപ്പോട്ടന്യൂസ് എന്നാണ്. അപ്പൊ ഒന്നും കൂടെ സൈൻ എക്സ് ഡിഗ്രി, ചിലപ്പോൾ ഇവിടെ നമ്മൾ തീറ്റ എന്നൊക്കെ പറയും. ഇവിടെ ഞാൻ എക്സ് ഡിഗ്രി എന്ന് പറഞ്ഞെടുത്തു. അപ്പൊ സൈൻ എക്സ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയും? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ക്ലിയർ ആണ്. അപ്പൊ സൈൻ എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിൽ ഓടിയെത്തണം. സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. തലയിൽ കയറിയ അല്ലെ? ഈ പറഞ്ഞ സൈൻ തീറ്റ അല്ലെങ്കിൽ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ എന്നാണ് ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ കോസ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ അല്ലേ? കോസ് എക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്നാണ്. ക്ലിയർ ആണോ? അപ്പൊ ഒന്നും കൂടെ കോസ് എക്സ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇതിന്റെ അവിടെ ചേർന്ന് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ ഇവന്റെ ഈ എക്സ് ഡിഗ്രിയുടെ കോസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്നാണ്. അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്നാണ്. ക്ലിയർ ആണ്. അപ്പൊ ഒന്നും കൂടെ സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇനി കോസ് എക്സ് എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്നാണ്. ക്ലിയർ ആണ്.
അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയും tan x ഡിഗ്രി. tan x ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഹൈപ്പോട്ടന്യൂസ് വരില്ല. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്നാണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്നാണ്. അപ്പൊ ഒന്നും കൂടെ സെറ്റ് ആയിട്ട് മനസ്സിലാക്കണം. tan x എന്ന് പറഞ്ഞാൽ ഇവന്റെ tan എന്ന് പറഞ്ഞാൽ tan x ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. ക്ലിയർ ആണ്. ഇതങ്ങ് മറക്കല്ലേ. അപ്പോ നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കണം. സൈൻ എക്സ് ഡിഗ്രി സൈൻ എക്സ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ സൈനിന്റെ അല്ലെ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. കോസ് എക്സ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്നാണ്. tan x ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് എന്നാണ്. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങളെ നോട്ടിൽ അങ്ങ് സെറ്റ് ചെയ്ത് ബോക്സ് വരച്ച് സെറ്റ് ചെയ്ത് വെച്ചോളാം. ഓക്കെ അല്ലേ? വളരെ ബേസിക് ആണ്. കാര്യം. ഓക്കെ അല്ലേ? അപ്പോ സൈൻ എക്സ് ഡിഗ്രി അറിയാം, കോസ് എക്സ് ഡിഗ്രി അറിയാം, tan x ഡിഗ്രി അറിയാം. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ സെറ്റ് അല്ലേ? ഇനി ഒരു കാര്യം കൂടെ പറയും, അതങ്ങ് സെറ്റ് ആകണം. ഒരു കാര്യം കൂടെ അങ്ങ് പറയും. ഇതിനകത്ത് ഈ tan x ഡിഗ്രി എന്ന് പറഞ്ഞാൽ tan x ഡിഗ്രിയെ നമുക്ക് ഇങ്ങനെയും പറയാം, സൈൻ എക്സ് ഡിഗ്രി ഡിവൈഡഡ് ബൈ കോസ് എക്സ് ഡിഗ്രി എന്നും പറയാം. ഈ ഒരു കാര്യം കൂടെ സെറ്റ് ചെയ്ത് പഠിച്ചോളണേ. അപ്പോൾ tan x ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഞാനിവിടെ പറഞ്ഞു നിർത്തിയത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് എന്നൊക്കെയാണ്. ഈ tan x ഡിഗ്രിയെ നമുക്ക് എങ്ങനെയും പറയാം സൈൻ ബൈ കോസ് അങ്ങനെയും പറയാം. അപ്പൊ tan x ഡിഗ്രി എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ഡിഗ്രി ബൈ കോസ് എക്സ് ഡിഗ്രി. ഇനിയിപ്പോ tan 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയും? സൈൻ 30 ഡിഗ്രി ബൈ കോസ് 30 ഡിഗ്രി. tan 50 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാം? സൈൻ 50 ഡിഗ്രി ബൈ കോസ് 50 ഡിഗ്രി. tan 70 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയും? സൈൻ 70 ഡിഗ്രി ഡിവൈഡ് ബൈ കോസ് 70 ഡിഗ്രി. സെറ്റാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ നോട്ട്ബുക്കിൽ എഴുതി താറാവാക്കണം. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ബേസിക് ആണ്, വളരെ ബേസിക് കാര്യങ്ങളാണ്. സെറ്റാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇഫ് സൈൻ എക്സ് ഡിഗ്രി ഈക്വൽ ടു 3/5 then find the value of cos x degree and tan x degree. അപ്പൊ ഒന്നും കൂടെ എന്താ പറഞ്ഞിരിക്കുന്നത്? സൈൻ എക്സ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ 3/5 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കോസ് എക്സ് ഡിഗ്രിയും tan x ഡിഗ്രിയും എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? ശരി, അപ്പൊ പറഞ്ഞു വരാം. നമുക്ക് ഓർമ്മയുണ്ട്. എന്താണ് സൈൻ എക്സ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ? എന്താണ് സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്നാണ്. അപ്പൊ ഒന്നും കൂടെ സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഒന്നും കൂടെ സൈൻ എക്സ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്നല്ലേ? അപ്പൊ ഞാൻ തന്നിട്ടുള്ള കാര്യം ഒന്നുകൂടെ എടുത്തെഴുതുകയാണ്. സൈൻ എക്സ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്നാണ്. എന്നല്ലേ? അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് 3 ആണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എന്തായിരിക്കണം? 5 ആയിരിക്കണം. അപ്പൊ ഒന്നും കൂടെ സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് പറയാം ഈ എക്സ് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ? എക്സിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ? ഇതിനെ നമുക്ക് 3 ആയിട്ടും ഇനി ഇതിന്റെ ഹൈപ്പോട്ടന്യൂസിനെ നമുക്ക് എന്തായിട്ടും എടുക്കാം? 5 ആയിട്ടും എടുക്കാം. അപ്പൊ ഒന്നും കൂടെ എന്താ സംഭവം? സൈൻ എക്സ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്നാണ്. അപ്പൊ ഈ എക്സ് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 3, ഹൈപ്പോട്ടന്യൂസ് എന്തായിരിക്കും? 5 ആയിരിക്കും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇത്രയും കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം എന്താണ്? കോസ് എക്സ് ഡിഗ്രിയും ടാൻ എക്സ് ഡിഗ്രിയും വേണം അല്ലെ? കോസ് എക്സ് ഡിഗ്രിയും വേണം, ടാൻ എക്സ് ഡിഗ്രിയും. പക്ഷെ കോസ് എക്സ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്നാണ്. അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്നാണ്. പക്ഷെ നമുക്ക് എന്തറിയത്തില്ല? അഡ്ജസന്റ് സൈഡ് അറിയത്തില്ല. പക്ഷെ വേറൊരു കാര്യം അറിയാം. ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉള്ള ഹൈപ്പോട്ടന്യൂസും അറിയാം, ഓൾട്ടിറ്റ്യൂഡും അറിയാം. കിട്ടണ? അപ്പൊ ഒന്നും കൂടെ ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉള്ള ഹൈപ്പോട്ടന്യൂസും അറിയാം, ഓൾട്ടിറ്റ്യൂഡും അറിയാം. അങ്ങനെയാണെങ്കിൽ ഈ അഡ്ജസന്റ് സൈഡായ ബേസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അല്ലെ, ബേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പഠിച്ചു നേരത്തെ. ബേസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്നല്ലേ പഠിച്ചേ? അപ്പൊ നമുക്ക് പറയാം റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ 5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ
25 മൈനസ് 3ന്റെ സ്ക്വയർ, ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് 3 അല്ലേ, 3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 എന്ന് കിട്ടും. അതായത് റൂട്ട് 25 മൈനസ് 9 എന്ന് പറഞ്ഞാൽ 16 എന്ന് കിട്ടും. റൂട്ട് 16 എന്ന് പറഞ്ഞാൽ സെറ്റായിട്ട് നമുക്ക് കിട്ടി 4 എന്ന് പറഞ്ഞു കിട്ടി, 4 എന്ന് പറഞ്ഞു കിട്ടി. അതായത് ഈ ബേസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 4 യൂണിറ്റ് ആയിരിക്കും, 4 യൂണിറ്റ് ആയിരിക്കും. സെറ്റല്ലേ, സെറ്റല്ലേ. ഇനി നമുക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞൂടെ, എന്ത് വേണമെങ്കിലും പറഞ്ഞൂടെ. സൈൻ എക്സ് ഡിഗ്രിയിൽ നിന്ന് നമ്മൾ ഈ രണ്ട് സൈഡുകൾ നമ്മൾ നോട്ട് ചെയ്തു. ഇനി നിനക്ക് കോസ് വേണോ? കോസ് എക്സ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ, കോസ് എക്സ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ പറ മനസ്സിൽ പറ, അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ് എന്നാണ്. അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ്, അതായത് അഡ്ജസന്റ് ആയ 4 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആയ 5 സെറ്റ് കോസ് എക്സ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി 4/5 അല്ലേ? ഇനി പറ ടാൻ എക്സ് ഡിഗ്രി നമുക്ക് പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ടാൻ എക്സ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്, ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്, ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് സെറ്റ് ആണ്. ഈ പറയുന്ന എക്സിന്റെ ഓപ്പോസിറ്റ്, ഈ പറയുന്ന എക്സിന്റെ അഡ്ജസന്റ്, ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്, അതായത് 3/4 3/4 സെറ്റ് കിട്ടി. കോസ് എക്സ് ഡിഗ്രിയും കിട്ടി, ടാൻ എക്സ് ഡിഗ്രിയും കിട്ടി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. സിമ്പിൾ ആയിട്ട് നമ്മൾ അങ്ങ് മനസ്സിലാക്കിയെടുത്തു, സിമ്പിൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയെടുത്തു. ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം കോസ് എക്സ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ 4/5 എന്നും ടാൻ എക്സ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്ക് 3/4 എന്നും കിട്ടി, 3/4 എന്നും കിട്ടി. ഒരു പ്രശ്നമില്ലല്ലോ, ഒരു പ്രശ്നമില്ലല്ലോ. അടുത്ത വിഷയം. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. If tan theta equal to 5/12, then find the value of sin theta and cos theta. അപ്പോ tan theta വാല്യൂ തന്നിട്ടുണ്ട്, അത് 5/12 ആണ്. അങ്ങനെയാണെങ്കിൽ sin thetaയും cos thetaയും എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? അപ്പൊ തന്നിട്ടുള്ള കാര്യം എന്താണ്? tan theta ആണ്. tan theta മനസ്സിൽ കൊണ്ടുപോവാ, നമ്മൾ ഇപ്പൊ പഠിച്ചതല്ലേ ഉള്ളൂ. tan theta എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് എന്നാണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, അങ്ങനെയല്ലേ? അപ്പൊ ഒന്നും കൂടെ tan theta എന്ന് പറഞ്ഞാൽ, tan theta നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. tan theta എന്ന് പറഞ്ഞാൽ 5/12 തന്നിട്ടുണ്ട്. ഇതെന്താണ്? ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്, ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്, ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്, ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് എന്നല്ലേ പറ. ഇത് തീറ്റയാണ്, ഇത് തീറ്റ ഡിഗ്രിയാണ്, അതിന്റെ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്, ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് പറഞ്ഞു നോക്കാമോ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്, ഇതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്, ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഓപ്പോസിറ്റും ഇത് അഡ്ജസന്റ് എന്ന് പറഞ്ഞെടുക്കുക അല്ലെ? ഇത് ഓപ്പോസിറ്റും അഡ്ജസന്റ്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ 5 എന്നും ഇതിന്റെ അഡ്ജസന്റ് ചേർന്ന് കിടക്കുന്ന വശം, അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 ക്ലിയർ അല്ലേ? ശരി, ഇനി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആവശ്യം സൈൻ തീറ്റയും കോസ് തീറ്റയും അല്ലേ? നമുക്ക് ആവശ്യം സൈൻ തീറ്റയും കോസ് തീറ്റയൊക്കെയാണ്. സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ്. പക്ഷെ നമുക്ക് എന്തറിഞ്ഞൂടാ? ഹൈപ്പോട്ടിന്യൂസ് അറിഞ്ഞൂടാ. കണ്ടുപിടിക്കണം, ഹൈപ്പോട്ടിന്യൂസ് കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമല്ലേ? അപ്പൊ ബേസും അറിയാം, ഓൾട്ടിറ്റ്യൂഡും അറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് പഠിച്ചതാണ് ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്നല്ലേ? അപ്പൊ നമ്മൾ അങ്ങ് എഴുതും റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ 12ന്റെ സ്ക്വയർ എത്രയാണ്? 144 പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 5ന്റെ സ്ക്വയർ 25 ആണ്. രണ്ടും കൂടെ ചേർത്ത് പറയുമ്പോൾ നമുക്ക് കിട്ടും റൂട്ട് 169. 169ന്റെ സ്ക്വയർ റൂട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, 13 സെറ്റ് കിട്ടി. ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ 13 എന്ന് പറയാൻ കിട്ടി. ഓക്കെ അല്ലേ? സെറ്റ് ആയിട്ട് കിട്ടി. അപ്പൊ നമുക്കിനി എല്ലാം അറിയാം, ഹൈപ്പോട്ടിന്യൂസ് അറിയാം, ഓപ്പോസിറ്റ് സൈഡ് അറിയാം, അഡ്ജസന്റ് സൈഡ് അറിയാം. വാ നമുക്ക് ആൻസറിലോട്ട് എത്താം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സൈൻ തീറ്റ നമ്മൾ ഇന്ന് പഠിച്ചു. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ്, ഇതിന്റെ ഓപ്പോസിറ്റ് ആയ 5 ഡിവൈഡഡ് ബൈ ഇവിടത്തെ ഹൈപ്പോട്ടിന്യൂസ് ആയ 13 സെറ്റ് കിട്ടി. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ that is 5/13 എന്ന് പറഞ്ഞിട്ട്. ഇതേപോലെ പറ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയും? അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ് എന്നല്ലേ? അഡ്ജസന്റ് ആയ ഇതിന്റെ തീറ്റയുടെ അഡ്ജസന്റ് സൈഡ് ആയ 12 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആയ 13 സെറ്റ് ആയിട്ട് കിട്ടി. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ 12/13 എന്ന് പറയാൻ കിട്ടി. 12/13. ഓക്കെ അല്ലേ? നമ്മൾ സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്തെടുത്താണ്ടോ? ബേസ് സ്ട്രോങ് ആയിരിക്കണം. നമ്മൾ സ്ട്രോങ് ആയിരിക്കണം.
ഓക്കെ അല്ലേ? അപ്പൊ ഈ ആൻസേഴ്സ് ഒക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ? അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്തു വരാം. ക്വസ്റ്റ്യൻ ഓക്കെ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: if cos theta equal to 8/10, then find the value of sin theta and tan theta. Then find the value of sin theta and tan theta. Simple question. ശരി, ചെയ്തു വരാമോ? അപ്പോ തന്നിട്ടുള്ള കാര്യം cos theta മനസ്സിൽ കൊണ്ടുപോവാ. cos theta എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്നാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിനകത്ത് ഈ തീറ്റയുടെ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് ഇതല്ലേ? അപ്പൊ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ ഇവിടത്തെ ഈ അഡ്ജസന്റ് എന്ന് പറഞ്ഞാൽ ഇത് എത്രയായിരിക്കും? 8 ആയിരിക്കും. ഹൈപ്പോട്ടന്യൂസ് അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ? ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 10 ആയിരിക്കും. ഹൈപ്പോട്ടന്യൂസ് അറിയാം, ബേസ് അറിയാം. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് പഠിച്ചതാണ്. റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ എന്നാണ്. അതായത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ആയ റൂട്ട് 10 സ്ക്വയർ ദാറ്റ് ഈസ് 100 മൈനസ് 8 സ്ക്വയർ ദാറ്റ് ഈസ് 64. 100 മൈനസ് 64 എന്ന് പറയുന്നത് നമുക്ക് കിട്ടും റൂട്ട് 36 എന്ന് പറഞ്ഞിട്ട് ദാറ്റ് ഈസ് 6 സെറ്റ്. അതായത് കിട്ടി ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ആണ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 6 ആണ്. ഓക്കെ അല്ലേ? അപ്പോ ഈ തീറ്റയെ സംബന്ധിച്ച് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 6 ആണ്. അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 8 ആണ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ആണ്. സെറ്റ് അല്ലേ? ശരി, ഇനി പറഞ്ഞു നമുക്ക് ഇനി എന്തെങ്കിലും കാണാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇത്രയും വാല്യൂസ് അറിയാമെങ്കിൽ നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു വരും. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് ആയ 6 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആയ 10 സെറ്റ്. ഇനി ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയും? ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് എന്നാണ്. അപ്പൊ ഈ തീറ്റയെ സംബന്ധിച്ച് ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്, തീറ്റയുടെ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. ഓപ്പോസിറ്റ് ആയ 6 ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് ആയ 8 സെറ്റ്. ഇനി നിങ്ങൾ ചോദിക്കും ഇതിനെ വെട്ടി ചെറുതാക്കാൻ പറ്റും. ഞാൻ തൽക്കാലം ഇങ്ങനെ എഴുതുന്നേ ഉള്ളൂ. നമ്മൾ ബേസ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെ നമുക്ക് വെട്ടി 3/5 എന്ന് ആക്കാം. ഇതിനെ നമ്മൾ ക്യാൻസൽ ചെയ്ത് നമ്മൾ എന്താക്കാം? 3/4 എന്ന് നമുക്ക് ആക്കാൻ പറ്റും. ഇനി ക്വസ്റ്റ്യനിലേ നമുക്ക് അവിടെ വേണമെങ്കിൽ പറയാം 4/5 ആണെന്ന് പറയാം. അത് തൊട്ട് മുന്നേ ഉള്ള ക്വസ്റ്റ്യനുള്ള പോലെ ആലോചിച്ച് വരും. എങ്കിലും ഞാൻ ബേസ് സെറ്റ് ആക്കാൻ വേണ്ടി ഇതേപോലെ എഴുതിയെന്നുള്ളൂ. അപ്പൊ തൽക്കാലം ഞാൻ അതിനെ വെട്ടി ചെറുതാക്കുന്നില്ല. നമ്മുടെ ആൻസർ പറയുകയാണെങ്കിൽ എന്ത് തന്നെയായിരിക്കും? 3/5 എന്നും ഇത് 3/4 എന്നും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? ബേസ് സെറ്റ് അല്ലേ? അപ്പൊ നമ്മൾ ഇത്രയും നേരം പഠിച്ച ബേസിക് കാര്യം സൈൻ തീറ്റ അല്ലെങ്കിൽ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്നും, കോസ് എക്സ് അല്ലെങ്കിൽ കോസ് തീറ്റ എന്നൊക്കെ പറഞ്ഞാൽ അത് അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്നും, ടാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് എന്നുള്ള കാര്യം. പിന്നെ ടാനിന് നമ്മൾ വേറൊരു സംഭവം കൂടെ പഠിച്ചിട്ടുണ്ട്. ടാൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ കൂടെ പറയാം? സൈൻ ബൈ കോസ് എന്നും കൂടെ പറയാം. അപ്പോ വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ടാൻ തീറ്റ അങ്ങനെ കൂടെ പറയാം കേട്ടോ. നമുക്ക് ഇതിനകത്ത് നമ്മളിവിടെ ഓൾറെഡി നമുക്ക് സൈൻ അറിയാം അല്ലെ? സൈൻ എന്നറിയാം. ഇനി ഈ കോസും അറിയാം. നമുക്ക് അങ്ങനെ കൂടെ ഒന്ന് ചെയ്തു നോക്കാം. അപ്പൊ ഈ ടാൻ തീറ്റ നമ്മൾ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് വെച്ച് ചെയ്തു. ഇനി ഞാൻ ടാൻ തീറ്റ ഞാൻ ഇങ്ങനെ എഴുതുന്നു. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ബൈ എന്നും പറയാം, കോസ് തീറ്റ എന്ന് പറയാം. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. ഇതിനകത്ത് സൈൻ തീറ്റ നമ്മൾ കണ്ടുപിടിച്ചത് അറിയാം. ദാറ്റ് ഈസ് 6/10 ഡിവൈഡഡ് ബൈ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 8/10. ഒരു ഫ്രാക്ഷന്റെ കീഴിൽ വേറൊരു ഫ്രാക്ഷൻ വന്നാൽ എന്ത് ചെയ്യും? നമ്മൾ താഴെ വരുന്ന ഫ്രാക്ഷൻ എന്ത് ചെയ്യുന്നു? റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് നമുക്ക് ഇങ്ങനെ പറയാം 6/10. ഇതിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 10/8 എന്നാണ്. ഈ രണ്ടും ക്യാൻസൽ ആയിപ്പോയി. നമ്മുടെ ആൻസർ വീണ്ടും എന്ത് തന്നെ കിട്ടി? 6/8. ഇവിടെ എന്ത് തന്നെ കിട്ടി? ടാൻ തീറ്റ 6/8. ഇവിടെ ഈ ഒരു രീതിയിൽ ചെയ്തപ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടി? 6/8 എന്ന് തന്നെ കിട്ടി. അപ്പോൾ ആ ഒരു റിലേഷൻ കൂടെ അറിഞ്ഞിരിക്കണം. നമുക്ക് അങ്ങോട്ടൊക്കെ വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ ചില സ്ഥലങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്നതാണ് ടാൻ തീറ്റ എന്ന് പറയുന്നത്. എന്താണ്? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്നാണ്. സൈൻ തീറ്റ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ടാൻ തീറ്റ എന്ന് പറയുന്നത് എങ്ങനെ തന്നെ മനസ്സിലാക്കണം? അയ്യോ എനിക്ക് ഇതറിയാം എന്നാണ് ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് എന്നുള്ള കാര്യം അറിയാം, വേറെ ഒന്നും പഠിക്കണം അങ്ങനെ വിചാരിക്കരുത്. എന്തുകൂടെ പഠിക്കണം? ഉറപ്പായിട്ട് അറിഞ്ഞിരിക്കണം. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ, അല്ലെങ്കിൽ ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ബൈ എന്നതാണ് കോസ് എക്സ് എന്നാണ്. സെറ്റ് അല്ലേ? അടുത്ത കാര്യം നമുക്ക് പഠിക്കാം ബേസ്. ഓക്കെ, അപ്പോ അടുത്തിനി നമുക്ക് പറയാനുള്ളത് നമ്മൾ ഇപ്പോ പഠിച്ച ഒരു 3 ട്രിഗണോമെട്രിക് റേഷ്യോസ് ഉണ്ടല്ലോ. ഏതൊക്കെയായിരുന്നു? സൈനും കോസും ടാനും. ഇതിന്റെ റെസിപ്രോക്കൽസിനെ പറ്റിയാണ്, ഇതിന്റെ വ്യുൽക്രമത്തിനെ പറ്റിയാണ് നമ്മൾ അടുത്തിനി പറയാൻ പോകും. ഓക്കെ അല്ലേ? ശരി. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സൈനിന്റെ റെസിപ്രോക്കലിനെ നമ്മൾ പറയുന്നത്
കൊസീക്ക് എന്നാണ്. അപ്പൊ ഇവിടത്തെ ആംഗിൾ എക്സ് ആണെങ്കിൽ നമ്മൾ സൈനിന്റെ റെസിപ്രോക്കലിനെ പറയുന്നത് കൊസീക്ക് എന്നാണ്. അതായത് 1/sin x എന്ന് പറഞ്ഞാൽ അത് കൊസീക്ക് എക്സ് എന്നാണ്. കൊസീക്ക് എക്സ് ഓക്കെ അല്ലേ? അതേപോലെ നമ്മൾ പഠിച്ച കോസിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ 1/cos x എന്ന് പറഞ്ഞാൽ അത് സീക്ക് എക്സ് എന്നാണ്. സീക്ക് എക്സ് ഓക്കെ അല്ലേ? അതേപോലെ നമ്മൾ പഠിച്ച ടാനിന്റെ റെസിപ്രോക്കൽ അതായത് 1/tan x എന്ന് പറഞ്ഞാൽ അത് കോട്ട് എക്സ് എന്നാണ്. അപ്പോ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അറിഞ്ഞിരിക്കുക, നമ്മൾ പഠിച്ച കാര്യമാണ് 1/sin x എന്ന് പറഞ്ഞാൽ കൊസീക്ക് എക്സ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം കൊസീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് 1/sin x ആണ്. അതേപോലെ സീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ അത് 1/cos x ആണ് അല്ലെ? അപ്പോ കോസിന്റെ റെസിപ്രോക്കൽ അല്ലെ, കോസ് ആണെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് എന്താണ് 1/cos x എന്ന് പറഞ്ഞാൽ that is sec x. അതേപോലെ നമ്മൾ പഠിച്ച ടാനിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് എന്താണ്, അത് കോട്ടെക്സ് ആണ്. ഇനി ഇതേ കോട്ടെക്സിനെ നമ്മൾ ടാനിനെ സൈൻ ബൈ കോസ് എന്ന് പറഞ്ഞു, ഓർമ്മയുണ്ടോ? നമ്മൾ പഠിച്ചതാണ് ടാൻ എക്സിനെ നമുക്ക് എങ്ങനെയും പറയാം സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അതേപോലെ കോട്ടെക്സിനെ നമുക്ക് ഇങ്ങനെ പറയാം കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് എന്ന് പറയാം. കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് നല്ല വ്യക്തമായി ഒന്ന് പഠിച്ചെടുക്കണം. അപ്പൊ സൈനിന്റെ റെസിപ്രോക്കലിനെ പറയുന്നത് എന്താണ്, കൊസീക്ക് എന്നാണ്. അതേപോലെ കോസിന്റെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ 1/cos x എന്ന് പറഞ്ഞാൽ സീക്ക് എക്സ് ആണ്. അപ്പൊ അതേപോലെ ടാനിന്റെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ 1/tan x എന്ന് പറഞ്ഞാൽ കോട്ടെക്സ് ആണ്. തിരിച്ചറിയണേ, കോട്ടെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് 1/tan x ആണ്. അപ്പൊ നമ്മൾ ചേർത്ത് പറയുമ്പോ ഈ പറയുന്ന കോട്ടെക്സിനെ നമുക്ക് എങ്ങനെയും പറയാം cos x by sin x. കാരണം എന്താണ്, നമ്മൾ tan x നെ നമ്മൾ എങ്ങനെ പഠിച്ചു, tan x എന്ന് പറഞ്ഞാൽ sin x by cos x എന്ന് പറഞ്ഞതുപോലെ നമുക്ക് കോട്ടെക്സിനെ എങ്ങനെ പറയാം cos x by sin x എന്ന് പറയാം. ഓക്കെ, വളരെ വളരെ ബേസിക് ആണ്. അങ്ങോട്ടൊക്കെ നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ചെയ്യുന്നതിന്റെ ഇടയിലൊക്കെ ഇത് വരും. അപ്പൊ നമ്മളെ മനസ്സിൽ പെട്ടെന്ന് ഈ വക കാര്യങ്ങളെല്ലാം നമ്മളെ മനസ്സിൽ ഓടിയിട്ടുണ്ട് കേട്ടോ. ഈ പറഞ്ഞ കോസീക്ക് എന്ന് പറഞ്ഞാൽ അതെന്താണ് 1/sin അല്ലേ? ഈ പറഞ്ഞ സീക്ക് എന്ന് പറഞ്ഞാൽ അതെന്താണ്, അത് 1/cos അല്ലേ? ഈ പറഞ്ഞ കോട്ട് എന്ന് പറഞ്ഞാൽ അതെന്താണ് 1/tan അല്ലേ? അല്ലെങ്കിൽ കോട്ടിനെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെയും പറഞ്ഞാൽ എന്താണ് cos by sin അല്ലേ സാധനം എന്നുള്ള കാര്യം നമ്മളെ മനസ്സിൽ ഓടിയത്. ഓക്കെ, സെറ്റ് അല്ലേ? ഇത്തരം കാര്യങ്ങൾ ഉറപ്പിക്കണം നമ്മുടെ മനസ്സിൽ സ്ട്രോങ് ആക്കി വെക്കണം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ വീണ്ടും കുറച്ച് ബേസിലൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വാല്യൂസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ്. ഇത് അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് അങ്ങോട്ട് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോ വളരെ ബേസിക് ആയിട്ട് ഇത്രയും വാല്യൂസ് എങ്ങനെയെങ്കിലും പഠിച്ചെടുത്തേ പറ്റും. ഇനി ഇത് അങ്ങ് ഭയങ്കര രീതിയിൽ കാണാതെ പഠിക്കണമെന്നൊക്കെ അല്ല, എങ്കിലും കുറെയൊക്കെ നമുക്ക് കുറച്ച് നമ്മുടെ ടെക്നിക്സ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കാം ഏതൊക്കെയാണ് ആ വാല്യൂസ് നോക്കാം. സൈൻ 0 ഡിഗ്രി എത്രയാണെന്ന് ചോദിച്ചാൽ സൈൻ 0 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എന്ത് തന്നെയാണ്, 0 തന്നെയാണ്. അപ്പോ ഉറപ്പിച്ചോണം, സൈൻ 0 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എന്താണ്, 0 തന്നെയാണ്. പഠിച്ചു കഴിഞ്ഞ് അപ്പൊ സൈൻ ഓഫ് 0 അല്ലെങ്കിൽ സൈൻ 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 0 ആണ്. ഇനി സൈൻ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1/2 ആയിരിക്കും. ഉറപ്പിച്ചു. അപ്പോ സൈൻ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1/2 ആണ്. മറക്കരുതേ. സൈൻ 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ that is 1/√2. ഓക്കെ ആണ്. സൈൻ 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ that is √3/2 എന്നാണ്. √3/2 മറക്കില്ല. സൈൻ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ that is 1. സൈനിന്റെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്, 1 തന്നെയാണ്. ഇനി അങ്ങോട്ട് നമ്മൾ വേറെ ആംഗിൾസ് പറയുമ്പോൾ അത് കുറഞ്ഞു വരും. ഓക്കെ ആണ്. അപ്പൊ നന്നായിട്ട് അങ്ങ് പഠിച്ചു വെച്ചോളണം. സൈൻ 0 ഡിഗ്രി that is 0 തന്നെയാണ്. സൈൻ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ that is 1/2. സൈൻ 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1/√2. സൈൻ 60 എന്ന് പറഞ്ഞാൽ √3/2. സൈൻ 90 എന്ന് പറഞ്ഞാൽ അതെന്താണ്,
1 ആണ്. പഠിച്ചു കഴിഞ്ഞു ഇപ്പം തന്നെ സെറ്റ് ചെയ്യും. ഇപ്പം തന്നെ ഈ ഒരു നിമിഷം തന്നെ നിങ്ങൾ പഠിക്കണം, പഠിച്ച് സെറ്റ് ചെയ്യണം. മാറ്റി വെക്കരുതേ. ഇപ്പം തന്നെ ഒന്ന് പഠിച്ചു. ഇപ്പം തന്നെ പഠിക്കണം. സൈൻ 0 എന്ന് പറഞ്ഞാൽ എന്റെ ഒപ്പം പറഞ്ഞു വരാമോ? സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. സൈൻ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 1/2. കണ്ണടച്ച് പറ. സൈൻ 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1/√2. സൈൻ 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് √3/2. പറ. സൈൻ 90 എന്ന് പറഞ്ഞാൽ 1. ഉറപ്പിച്ചോ? ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്നും കൂടെ നിങ്ങളുടെ മൈൻഡിൽ കൊണ്ടുപോവാ. ഇതൊക്കെ തന്നെയാണോ? ഓക്കെ അല്ലോ? കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ കോസിന്റെ വാല്യൂസ് പറയാം. കോസ് 0 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 1 ആണ്. കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. കോസ് 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ √3/2 എന്നാണ്. √3/2. കോസ് 45 എന്ത് തന്നെയാണ്? ദാറ്റ് ഈസ് 1/√2 തന്നെയാണ്. ഇനി കോസ് 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1/2 ആണ്. കോസ് 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 0 ആണ്. പ്രത്യേകത എന്താണ്? ഈ ടേബിൾ നേരെ അങ്ങ് തിരിഞ്ഞു അല്ലെ? സൈനിന്റെ വാല്യൂ ഇങ്ങനെ പറഞ്ഞതല്ല, നേരെ തിരിച്ചാ പറഞ്ഞു. അവിടെ ഉള്ളതാണ് ഇവിടെ ഉള്ളത് തിരിഞ്ഞു വന്നാ 45 ഉണ്ട് എന്നാണ്. 2 റോ സെയിം ആണ്. ഓക്കെ അല്ലേ? ഈ റോ നേരെ അങ്ങ് തിരിച്ചങ്ങ് പറഞ്ഞു. ഓക്കെ അല്ലേ? അപ്പൊ ഒന്ന് മനസ്സിരുത്തി ഒന്ന് പറഞ്ഞു നോക്കി. കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. കോസ് 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് √3/2 ആണ്. അതേപോലെ കോസ് 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 1/√2 ആണ്. കോസ് 60 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 1/2. കോസ് 90 എന്ന് പറഞ്ഞാൽ 0. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കണ്ണടച്ചിട്ട് ഒന്ന് മനസ്സിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു നോക്കൂ. കോസിന്റെ വാല്യൂസ് അത്രയും ഓക്കെ ആണോ? കിട്ടുന്നുണ്ടോ? കുഴപ്പമില്ലല്ലോ. യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ടാനിന്റെ വാല്യൂസ് പറയും. ടാൻ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു സൈൻ ബൈ കോസ് ആണ് എന്ത്? ടാൻ എന്ന് പറഞ്ഞാൽ അല്ലെ? ടാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് പഠിച്ചത് ഓർമ്മയുണ്ടോ? കുഴപ്പമില്ലല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ പറയാം. ഇതനുസരിച്ച് നമുക്ക് പറയാം സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്നല്ലേ ടാൻ എന്ന് പറഞ്ഞാൽ 0/1 എന്ന് പറഞ്ഞാൽ അത് എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. അതേപോലെ ടാൻ 30 എന്ന് പറഞ്ഞാൽ this one divided by this one ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും 1/√3 എന്ന് പറഞ്ഞിട്ട് 1/√3 എന്ന് പറഞ്ഞാൽ 1/2 ഡിവൈഡഡ് ബൈ √3/2 ചെയ്യുമ്പോൾ ഈ 2 ക്യാൻസൽ ആയിക്കൊണ്ട് നമുക്ക് കിട്ടും 1/√3 എന്ന് പറഞ്ഞിട്ട് tan 45 ഡിഗ്രി this one by this one എന്താണ്? അത് 1 അല്ലെ? 2 ക്യാൻസൽ ആയി പോലെ നമുക്ക് 1 എന്ന് പറഞ്ഞ് കിട്ടും. ഇനി tan 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് √3 ആണ്. ഇനി tan 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ 0 എന്തെങ്കിലും കിട്ടുമോ? നമ്മൾ ഇൻഫിനിറ്റി എന്നൊക്കെ പഠിക്കും അല്ലെ? അല്ലെങ്കിൽ നോട്ട് ഡിഫൈൻഡ് എന്ന് പറയാം. നോട്ട് ഡിഫൈൻഡ് ഞാൻ ഇവിടെ തൽക്കാലം ഇൻഫിനിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നോട്ട് ഡിഫൈൻഡ് എന്ന്. കാരണം എന്താണ്? ഡിനോമിനേറ്ററിൽ 0 വരും അല്ലെ? സൈൻ ബൈ കോസ് എന്നല്ലേ 1/0 എന്ന് പറയുമ്പോൾ എന്താ? അത് നോട്ട് ഡിഫൈൻഡ് ആണ്. സെറ്റ് ആക്കി tan 0 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. tan 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1/√3 ആണ്. tan 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 1 ആണ്. tan 60 എന്ന് പറഞ്ഞാൽ √3 ആണ്. tan 90 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ്. സെറ്റ് ആണ്. ഇത്രയും നമ്മൾ അറിയാമെങ്കിൽ അത്യാവശ്യം രക്ഷപ്പെട്ടു. നമ്മൾ ഇത്രയും സാധനങ്ങൾ സൈനിന്റെയും കോസിന്റെയും ടാനിന്റെയും ഇത്രയും വാല്യൂസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മൾ കരയിൽ കയറി ഇരിപ്പുണ്ട്. ഓക്കെ അല്ലേ? ഇത്രയും വാല്യൂസ് ബാക്കിയുള്ള നമുക്ക് അത്യാവശ്യം പറയാൻ പറ്റും. അപ്പോ ഇത്രയും വാല്യൂസ് നമ്മൾ ഒന്ന് സ്ട്രോങ് ആക്കണം. ഇത്രയാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. ഇത്രയും ഒന്ന് സ്ട്രോങ് ആക്കിയേ പറ്റുള്ളൂ. എങ്ങനെ? ഇത്രയും വാല്യൂസ് പഠിച്ചെടുത്തേ പറ്റുള്ളൂ. ഇത്രയും മാത്രം മതി. സൈൻ കോസും ടാനിന്റെയും ഇത്രയും വാല്യൂസ്. ഓക്കെ. ബാക്കിയുള്ളത് എളുപ്പത്തിന് എങ്ങനെ പറയാൻ നോക്കാം. നമ്മൾ പഠിച്ചു കൊസീക്ക് എന്ന് പറഞ്ഞാൽ ആരുടെ റെസിപ്രോക്കൽ ആണ്? സൈനിന്റെ ഈ പറയുന്ന സൈൻ 1/sin നമ്മൾ കൊസീക്ക് എന്ന് പറയും. ഓക്കെ അല്ലേ? അപ്പൊ കൊസീക്ക് എന്ന് പറഞ്ഞാൽ സൈനിന്റെ റെസിപ്രോക്കൽ ആണ്. ആണ്. അപ്പോ ഈ പറഞ്ഞ 0ന്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ എന്തെന്ന് പറയും? 1/0 എന്ന് പറയുമ്പോൾ ദാറ്റ് എന്താണ്? അത് നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പൊ കൊസീക്ക് 0 എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ്. ഇനി പറ ഇവന്റെ റെസിപ്രോക്കൽ 1/2ന്റെ റെസിപ്രോക്കൽ അല്ലെ? സൈനിന്റെ റെസിപ്രോക്കൽസ് ആയിരിക്കും എപ്പോഴും. അപ്പോ കൊസീക് 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ സൈൻ 30 ഡിഗ്രിയുടെ റെസിപ്രോക്കൽ 1/2ന്റെ റെസിപ്രോക്കൽ 2/1 എന്ന് വരും. ദാറ്റ് ഈസ് എന്ത് തന്നെയാണ്? 2 തന്നെയാണ്.
ഇനി ഈ പറയുന്ന കൊസീക് 45 ഡിഗ്രി അതായത് സൈൻ 45 ഡിഗ്രിയുടെ റെസിപ്രോക്കൽ ദാറ്റ് ഈസ് 1/√2 എന്നെടുത്ത് √2/1 ദാറ്റ് ഈസ് √2 തന്നെയാണ്. ഇനി ഇവന്റെ റെസിപ്രോക്കൽ ആയിരിക്കും കൊസീക് 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ സൈൻ 60 ഡിഗ്രിയുടെ റെസിപ്രോക്കൽ √3/2 എന്നെടുത്ത് എന്തായിരിക്കും 2/√3 എന്നായിരിക്കും 2/√3. ഇവിടെ 1 ആണ്, അപ്പൊ ഇവിടെ എന്തായിരിക്കും 1 ആയിരിക്കും. സെറ്റ് ആണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം സീക്ക് എന്ന് പറഞ്ഞാൽ ആരുടെ റെസിപ്രോക്കലാ കോസിന്റെ റെസിപ്രോക്കൽ അല്ലെ? കോസിന്റെ റെസിപ്രോക്കൽ 1ന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 1 തന്നെയാണ്. സീക്ക് 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ കോസ് 30 ഡിഗ്രിയുടെ റെസിപ്രോക്കൽ ദാറ്റ് ഈസ് 2/√3 ആയിരിക്കും. 2/√3 ആയിരിക്കും. സീക്ക് 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ cos 45 ഡിഗ്രിയുടെ റെസിപ്രോക്കൽ ദാറ്റ് ഈസ് √2 ആയിരിക്കും. ഇനി സീക്ക് 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ cos 60 ഡിഗ്രിയുടെ റെസിപ്രോക്കൽ ദാറ്റ് ഈസ് 1/2 ന്റെ റെസിപ്രോക്കൽ ദാറ്റ് ഈസ് 2/1 എന്ത് തന്നെ 2 തന്നെയായിരിക്കും. ഇനി സീക്ക് 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ cos ഇവന്റെ റെസിപ്രോക്കൽ 0യുടെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ നോട്ട് ഡിഫറെന്റ് ആണ് ദാറ്റ് ഈസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. സെറ്റ്. ഇനി കോട്ട് എന്ന് പറഞ്ഞാൽ ആരുടെ റെസിപ്രോക്കലാ? ആരുടെയാ? ടാനിന്റെ റെസിപ്രോക്കലാണ്. പറ ഇവന്റെ റെസിപ്രോക്കൽ എന്തായിട്ട് മാറി? ഇൻഫിനിറ്റി ആയിട്ട് മാറി. ഇവന്റെ റെസിപ്രോക്കൽ എന്തായിട്ട് മാറി? ടാൻ 30യുടെ റെസിപ്രോക്കൽ ആണ് കോട്ട് 30 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് √3/1 √3 ആയിട്ട് മാറി. ഇവന്റെ റെസിപ്രോക്കൽ എന്താവും? അത് 1 തന്നെയാണ്. ഇവന്റെ റെസിപ്രോക്കൽ എന്തായിട്ട് മാറി? 1/√3 ആയിട്ട് മാറി. ഇവന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ അതും തന്നെയാണ് അല്ലെ? നോട്ട് ഡിഫൈൻഡ് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് 0 എന്നാണെങ്കിൽ പറയാം, അല്ലെങ്കിൽ നോട്ട് ഡിഫൈൻഡ് എന്ന് പറയാം. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചോളെ. ഇത്രയും കാര്യങ്ങൾ ഒന്ന് സെറ്റ് ചെയ്തോളണം. ഇതിനകത്ത് ഞാൻ പറയും ഈ വക കാര്യങ്ങൾ നമ്മൾ കാണാതെ ഒന്ന് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നമ്മളൊന്ന് ബൈ പ്രാക്ടീസ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെയൊക്കെ റെസിപ്രോക്കൽ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റും. വെരി ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ സൈനും കോസും ടാനും തന്നെയാണ് വാല്യൂസ് പഠിച്ചെടുത്തേ പറ്റുള്ളൂ. ഒന്ന് സെറ്റ് ചെയ്യണേ എങ്കിലും നമുക്ക് അങ്ങോട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് കുറച്ചൊന്ന് സ്മൂത്ത് ആവണമെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യണമെങ്കിൽ ഈ വാല്യൂസ് അല്ലാതെ നമ്മൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട വരരുത്. ഈ വാല്യൂസ് സെറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാമോ? ഓക്കെ, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. Which one of the following is equal to sec A? ശരി, sec A മനസ്സിൽ കൊണ്ടുപോവാ. നമ്മൾ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. sec A എന്ന് പറഞ്ഞാൽ എന്താണ്? sec എന്ന് പറഞ്ഞാൽ ആരുടെ റെസിപ്രോക്കൽ ആണ്? കോസിന്റെ റെസിപ്രോക്കൽ ആണ്. 1/cosനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? sec A എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ കണ്ടോ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ sec Aക്ക് ഇക്വലന്റ് ആയിട്ടുള്ള sec Aക്ക് തുല്യമായിട്ടുള്ളത് ഈ പറയുന്ന ഓപ്ഷനിൽ ഏത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. പറ. നമ്മുടെ മനസ്സിലുണ്ട് sec എന്ന് പറഞ്ഞാൽ എന്താണ്? കോസിന്റെ റെസിപ്രോക്കൽ ആണ്. 1/cos ആണ്. അതാണ്ട് ഓപ്ഷനിലുണ്ട്. അതോടൊപ്പം എന്താണ് നമ്മുടെ ആൻസർ? ഓപ്ഷൻ ബി 1/cos A. കഴിഞ്ഞു കണ്ടോ? ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് sec എന്നാണ് ചോദിച്ചിരിക്കുന്നത്. sec എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് എന്താണ്? കോസിന്റെ റെസിപ്രോക്കൽ ആണ്. കിട്ടി. നമ്മുടെ ആൻസർ എന്താണ്? 1/cos A. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. The value of sin 60 into cos 60 into tan 60 is. അപ്പോ sin 60 into cos 60 into tan 60 യുടെ വാല്യൂ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ. എത്ര എന്ന് ചോദിച്ചാൽ ഇവന്മാരുടെ എല്ലാം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വാല്യൂ അറിയണം. ശരി, നമ്മൾ ആ ടേബിൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. sin 60 ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. sin 0 ആണ്. sin 30 1/2. sin 45 1/√2. sin 60 that is √3/2 ആണ് അല്ലേ? ഈ sin 60യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? √3/2 into cos 60 മനസ്സിൽ കൊണ്ടുപോവാ. കോസിന്റെ വാല്യൂസ് cos 0 എന്ന് പറഞ്ഞാൽ that is 1 ആണ്. cos 30 എന്ന് പറഞ്ഞാൽ √3/2. cos 45 എന്ന് പറഞ്ഞാൽ 1/√2. cos 60 എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും 1/2 into ഇനി പറ tan 60 ആലോചിച്ച് നോക്കൂ. tan 30 എന്ന് പറഞ്ഞാൽ √3 ആണ്. tan 45 എന്ന് പറഞ്ഞാൽ 1. tan 60 എന്ന് പറഞ്ഞാൽ that is 1/√3 ആണ്. 1/√3 സോറി, tan 60 എന്ന് പറഞ്ഞാൽ 1/√3 അല്ലല്ലോ. tan 60 എന്ന് പറഞ്ഞാൽ √3 ആണ്. ഓക്കെ ആണോ? അപ്പൊ അതൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് ചാടിപ്പോകരുത്. അപ്പോ tan 0 എന്ന് പറഞ്ഞാൽ that is ഇൻഫിനിറ്റി ആണ് അല്ലെ? സോറി, 0 ആണ്.
ഇനി ടാൻ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ വൺ ബൈ റൂട്ട് 3 ആണ്. ടാൻ 45 എന്ന് പറഞ്ഞാൽ അത് 1 ആണ്. ടാൻ 60 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് റൂട്ട് 3 ആണ്. കിടിലോ അല്ലേ? ശരി, ഇനി ന്യൂമറേറ്റേഴ്സ് എല്ലാം കൂടെ മൾട്ടിപ്ലൈ റൂട്ട് 3 ഇൻറ്റു 1 ഇൻറ്റു റൂട്ട് 3 ദാറ്റ് ഇസ് 3 ആണ്. 3 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 ദാറ്റ് ഇസ് 4. കഴിഞ്ഞു. നമ്മുടെ ആൻസർ കിട്ടി ഓപ്ഷൻ ഡി 3/4 എന്ന് പറഞ്ഞിട്ട് 3/4 എന്ന് പറഞ്ഞിട്ട് 3/4. അപ്പോ ഇവിടെ കണ്ട അതിന്റെ പ്രാധാന്യം മനസ്സിലായ ആ വാല്യൂസ് നമ്മൾ സ്ട്രോങ് ആയിരിക്കണേ. എങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. വെൻ ആൽഫ ഈക്വൽ ടു 30 ഡിഗ്രി ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ ആൽഫ ഇൻറ്റു കോസ് ആൽഫ. വെൻ ആൽഫ ഈക്വൽ ടു 30 ഡിഗ്രി ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ ആൽഫ ഇൻറ്റു കോസ് ആൽഫ. ശരി, ഇത് RRB NDPC 2022 വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. RRB എക്സാമിന് വന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ശരി, അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആൽഫയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 ഡിഗ്രിയാണ്. ആൽഫ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടിയ കാര്യം സൈൻ ആൽഫ ഇൻറ്റു കോസ് ആൽഫയാണ്. അപ്പോ ആൽഫ എന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ടല്ലോ, ദാറ്റ് ഈസ് എത്രയാണ്? 30 ഡിഗ്രിയാണ്. അപ്പൊ കണ്ടുപിടിക്കേണ്ട കാര്യം സൈൻ ആൽഫ ഇൻറ്റു കോസ് ആൽഫയിലെ സൈൻ ആൽഫ ഇൻറ്റു കോസ് ആൽഫ ഈക്വൽ ടു ആൽഫ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണ്. ദാറ്റ് ഈസ് സൈൻ 30 ഡിഗ്രി ഇൻറ്റു കോസ് 30 ഡിഗ്രി. സെറ്റ് ആയിട്ട് പറ. സൈൻ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 1/2. കോസ് 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ മനസ്സിൽ കൊണ്ടുപോവാ. കോസ് 30 ഡിഗ്രിയുടെ വാല്യൂ ആ ടേബിൾ ഒക്കെ ഒന്ന് ഓർമ്മിക്കുക. എന്താണ്? ദാറ്റ് ഈസ് റൂട്ട് 3/2 ആണ്. കഴിഞ്ഞു. നമ്മുടെ ആൻസർ 1 ഇൻറ്റു റൂട്ട് 3 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് റൂട്ട് 3 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 4 കിട്ടി. റൂട്ട് 3/4 എന്ന് പറഞ്ഞിട്ട് റൂട്ട് 3/4 എവിടെയാ? ഓപ്ഷൻ എവിടെയാ? നമ്മുടെ ആൻസർ ഓപ്ഷൻ എ റൂട്ട് 3/4 എന്ന് പറഞ്ഞിട്ട് അപ്പോ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് എന്ത് മനസ്സിലാക്കി? നമ്മൾ ആ വാല്യൂസ് സ്ട്രോങ് ആയിരിക്കണം. വാല്യൂ സ്ട്രോങ് കണ്ടോ? വേറെ ഒന്നുമില്ല, സിമ്പിൾ ആണ് കാര്യം. കണ്ടോ? അതേപോലെ ഇട്ട് കൊടുത്തു. NDPC വന്ന ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ ഇട്ട് കൊടുത്തു. നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റി. സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. സോൾവ് ദ ഫോളോയിങ് സൈൻ 60 ഡിഗ്രി പ്ലസ് ടാൻ 30 ഡിഗ്രി പ്ലസ് കോസ് 45 ഡിഗ്രി എത്രയാണ്? സൈൻ 60 ഡിഗ്രി പ്ലസ് ടാൻ 30 ഡിഗ്രി പ്ലസ് കോസ് 45 ഡിഗ്രി എത്രയാണ്? സിമ്പിൾ. എല്ലാത്തിന്റെയും വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. സൈൻ 60 ഡിഗ്രി മനസ്സിൽ കൊണ്ടുപോവാ. സൈൻ 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് റൂട്ട് 3/2 എന്നാണ്. പ്ലസ് ടാൻ 30 ഡിഗ്രി മനസ്സിൽ വന്ന ടാൻ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ദാറ്റ് ഈസ് 1/√3 എന്നാണ്. 1/√3 പ്ലസ് കോസ് 45 ഡിഗ്രി ദാറ്റ് ഈസ് 1/√2 എന്നാണ്. 1/√2. അപ്പൊ ഒന്നും കൂടെ സൈൻ 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എന്താണ്? റൂട്ട് 3/2 ആണ്. ഇനി ടാൻ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 1/√3 ആണ്. കോസ് 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1/√2 ആണ്. ശരി, എന്താ വഴി? ഇതിനകത്ത് LCM എടുക്കുന്നതിനേക്കാളും നമുക്ക് ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നമുക്ക് ആഡ് ചെയ്തെടുക്കാം. ഓക്കെ അല്ലേ? ശരി, അപ്പൊ ഈ രണ്ട് ടേംസ് മാത്രം ഞാൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പോകും. ഇത് രണ്ടും മാത്രം. ഓക്കെ അല്ലേ? ശരി, അപ്പൊ ഇത് രണ്ടും മാത്രം നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോ എങ്ങനെ ഇരിക്കും? റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എന്താണ്? 3 ആണ്. റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 പ്ലസ് 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 2 ആണ്. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു റൂട്ട് 3 ദാറ്റ് ഈസ് 2√3 പ്ലസ് എന്തെന്ന് പറയാം? 1/√2 എന്ന് പറയാം. ഈക്വൽ ടു ഈ 3 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 5/2√3 പ്ലസ് 1/√2 എന്നാണ്. 1/√2. ഓക്കെ അല്ലേ? നമുക്ക് കിട്ടിയതാണേ. വീണ്ടും വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ പറയും? ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം അല്ലെ? രണ്ട് ടേംസ് അല്ലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 5 ഇൻറ്റു റൂട്ട് 2 ദാറ്റ് ഈസ് 5√2 പ്ലസ് 1 ഇൻറ്റു 2√3 ദാറ്റ് ഈസ് 2√3 ഡിവൈഡഡ് ബൈ 2√3 ഇൻറ്റു √2. അപ്പൊ അവിടെ വളരെ കെയർഫുൾ ആയിരിക്കണം. നമുക്ക് ഒരു സ്റ്റെപ്പായിട്ട് തന്നെ ചെയ്യാം.
2 root 3 into root 2 which is equal to ഇവിടെ നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ √3 into √2 എന്ന് പറഞ്ഞാൽ അപ്പൊ അതിനകത്തൊരു ബേസിക് ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ബേസിക് ലോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. √a into √b എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് √ab എന്നാണ്. √ab എന്നാണ്. അപ്പൊ അതനുസരിച്ച് ഇത് തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? √3 into √2 എന്ന് പറഞ്ഞാൽ √6 ആയിട്ട് മാറും. അപ്പൊ ബാക്കി പറയാം ദാറ്റ് ഈസ് 5 √2 plus 2 √3 divided by എന്ന് പറയാം 2 into √6 that is 2 √6 എന്ന് പറയാം. 2 √6 നമ്മൾ നൈസായിട്ട് നമ്മുടെ ഓപ്ഷൻസ് ഒക്കെ നോക്കുമ്പോൾ അതിനകത്ത് എന്തില്ല? ഈ പറയുന്ന ഓപ്ഷനിൽ എവിടെയെങ്കിലും 2 √6 ഉണ്ടോ? ഡിനോമിനേറ്റർ 4 6 ഒക്കെ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന √6 നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. √6 നമ്മൾ എലിമിനേറ്റ് ചെയ്യാതെ വേറെ വഴിയില്ല. അപ്പൊ അത് എലിമിനേറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് മേളിലും താഴെയും എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഒരു √6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ 2 √6 കൊണ്ട്. ഞാനിവിടെ മേളിലും താഴെയും അല്ലെങ്കിൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരു √6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പോകും. അപ്പൊ √6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ്? ദാറ്റ് ഈസ് എന്താ? നമുക്ക് ഇങ്ങനെ പറയാം, എന്താ? 5 √2 plus 2 √3 divided by 2 √6 into 2 √6 divided by 2 √6 എന്നാണ്. ആണേ. അപ്പൊ ഇവിടെ നമ്മൾ ഒരു ബ്രാക്കറ്റ് ഒക്കെ ഇട്ട് കൊടുക്കണം. ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നത് 2 into 5 that is എന്താ? 2 into 5 എന്ന് പറഞ്ഞാൽ 10 √2 into √6 okay plus 2 into 2 that is 4 √3 into √6 into √6 divided by ഇവിടെ സംഭവിക്കുന്നത് 2 into 2 4 √6 into √6 into √6 എന്ന് പറഞ്ഞാൽ എന്താണ്? √6 into √6 എന്ന് പറഞ്ഞാൽ വെറും 6 ആണ്. അപ്പോ 2 into 4 into 6 എന്ന് പറഞ്ഞാൽ that is 24 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ശരി. അപ്പൊ ഞാൻ ഇനി ബാക്കി സ്ഥലമില്ലാത്തതുകൊണ്ട് മാച്ചിട്ട് എഴുതാമേ. മാച്ചിട്ട് എഴുതുമ്പോ മാച്ചിട്ട് പറയാം. ശരി, പറഞ്ഞു തരാം. അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടി. ഞാൻ ഈ 24നെ ഈ പറയുന്ന 24നെ ഞാൻ എഴുതാൻ പോകുന്നത് ഓരോന്നായിട്ട് സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്ത് പറയും. ദാറ്റ് ഈസ് എന്താ? 5 √2 √6 divided by 24 plus 4 √3 √6 divided by 24. ഇനി നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഈ √6നെ നമുക്ക് √2 into √3 എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പൊ ഞാൻ ഇവിടെ വീണ്ടും വെട്ടിച്ചെറുതാക്കും. ഇവിടെ ഇത് 5 ആവും, ഇതെന്തായി? 12 ആയി. ഈ 4ൽ 4 1 ടൈം, 24ലാണെങ്കിൽ എത്ര ടൈംസ് ഉണ്ട്? 6 ടൈംസ് ഉണ്ട്. അപ്പോ വീണ്ടും ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ 5 √2 into √6നെ √2 into √3 എന്ന് പറഞ്ഞ് എഴുതാം, ഡിവൈഡഡ് ബൈ 12 എന്നാണ്. പ്ലസ് ഇതിനെ നമ്മൾ അറേഞ്ച് ചെയ്തെഴുതുമ്പോൾ √3 into √2 into √3 എന്ന് പറയും. കാരണം √6 എന്ന് പറഞ്ഞാൽ √2 into √3 ആണ്. ഡിവൈഡഡ് ബൈ എന്താണ്? 6 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ അല്ലേ? അപ്പൊ വീണ്ടും സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതൊന്നും മായ്ക്കുമ്പോ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ √2 into √2 എന്തായിട്ട് മാറും? 2 ആയിട്ട് മാറും. ദാറ്റ് ഈസ് 5 into 2 into √3 പ്ലസ് √3 into √3 എന്തായിട്ട് മാറും? ദാറ്റ് ഈസ് 3 ആയിട്ട് മാറും. 3 into √2 divided by 6. ഇവിടെ ഞാൻ ഡിവൈഡ് ബൈ 12 എഴുതിയിട്ടില്ല ആണേ. ഈ 2ൽ 2 1 ടൈം, 12ലാണെങ്കിൽ 2 എത്ര ടൈംസ് ഉണ്ട്? 6 ടൈംസ് ഉണ്ട്. 3ൽ 3 1 ടൈം, ഇവിടെ ആണെങ്കിൽ 2 ടൈംസ് ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഒന്ന് ചേർത്തൊന്നും പറയാം. ഇനി അവിടെ ഏതെങ്കിലും ക്യാൻസൽ ആയി പോകത്തില്ലല്ലോ. ശരി, ക്യാൻസൽ ആയി പോവാൻ ഇല്ല. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ പറയാം? 5 √3 divided by 6 പ്ലസ് ഇതെന്താ സംഭവിക്കുന്നേ? അപ്പൊ ഇവിടെ നമുക്ക് ഇതിനെ 6 ആക്കി കൊടുക്കാം. 6 ആക്കി കൊടുക്കുമ്പോ എങ്ങനെ പറയും? മേളിലും താഴെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ആണ് അല്ലെ? പക്ഷെ ഇവിടെ നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഇങ്ങനെ തന്നെ കിടന്നോട്ടെ. 3/6 എന്ന് തന്നെ കിടന്നോട്ടെ. 3/6
അപ്പോൾ 3√2. അപ്പോൾ 3√2 ഡിവൈഡഡ് ബൈ 6 ഞാൻ അവിടെ ക്യാൻസൽ ചെയ്തില്ല കേട്ടോ, കാരണം ഞാൻ ഈ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ കരുതി എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്തില്ല, അതേപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. രണ്ടെണ്ണം ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് എഴുതാം. ദാറ്റ് ഈസ് 5√3 പ്ലസ് 3√2 ഹോൾ ഡിവൈഡഡ് ബൈ 6. ഏതാ? 5√3 3√2 ഡിവൈഡഡ് ബൈ 6. നമുക്ക് കിട്ടി നമ്മുടെ ആൻസർ ഓപ്ഷൻ സി. അതായത് ഇത് തന്നെയല്ലേ 3√2 പ്ലസ് 5√3 ഡിവൈഡ് ബൈ 6, അല്ലെങ്കിൽ തിരിച്ചു പറയുന്നത് 5√3 പ്ലസ് 3√2 ഡിവൈഡ് ബൈ 6 എന്ന് പറയാം. ഓക്കെ അല്ലെ? അപ്പൊ കുറെ അധികം സ്റ്റെപ്പ് നമുക്ക് ആദ്യം കണ്ടപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈ പറയുന്ന ചോദ്യം ഭയങ്കര സിമ്പിൾ ആയിട്ടൊക്കെ തോന്നും അല്ലെ, നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുത്ത് ആഡ് ചെയ്തെടുത്താൽ മതിയല്ലോ. പക്ഷേ ഇതിനകത്തുള്ള വിഷയം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഒരു ആൻസർ കിട്ടി, പക്ഷെ അതൊന്നും എന്തില്ല, ഓപ്ഷൻ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് വർക്ക്ഔട്ട് ചെയ്ത് എന്താക്കി എടുത്തു, ഓപ്ഷനിലുള്ള ആൻസർ ആക്കി എടുത്തു. അപ്പൊ കുറച്ച് അധികം സ്റ്റെപ്പുകൾ നമുക്ക് ഇതിനകത്തൊക്കെ പറയേണ്ടി വരുന്നുണ്ടോ. ഇവിടെ വന്ന് നമ്മൾ ആ ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് കയറി വന്നപ്പോ 10√2 into √6 എന്നാണ്. ഈ √6നെ ഞാൻ എങ്ങനെ മാറ്റി എഴുതി, √2 into √3 എന്ന് പറഞ്ഞു എഴുതി. അതേപോലെ ഈ √6നെ ഞാൻ എങ്ങനെ മാറ്റി എഴുതി, √2 into √3 എന്നൊക്കെ പറഞ്ഞ് √3 എന്നൊക്കെ പറഞ്ഞ് മാറ്റി എഴുതി. ഓക്കെ അല്ലേ? പിന്നെ ഇതിനകത്തൊക്കെ കുറെ ക്യാൻസലേഷൻ ഒക്കെ ചെയ്തു. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ പറഞ്ഞ 6നെ ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും അതിനെ 6 ആക്കേണ്ടി വരും. അപ്പൊ ഞാൻ 6 നമുക്ക് ഈ പറഞ്ഞ ഓപ്ഷണൽ ആൻസർ കിട്ടാൻ 3√2 ഡിവൈഡ് ബൈ 6 തന്നെ അവിടെ മെയിൻറ്റെയിൻ ചെയ്തു. ഇനി രണ്ടരവും ഡിനോമിനേറ്റർ സെയിം ആയി വന്നുകൊണ്ട് എന്ത് ചെയ്തു, മേലുള്ള ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്തു, നമ്മൾ ആൻസറിലോട്ട് എത്തും. ഓക്കെ അല്ലേ? അപ്പോ ഇതിനകത്ത് സ്റ്റാർട്ടിങ് നമുക്ക് ഒരു വിഷയമില്ല. നമ്മൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ നമ്മൾ ബുദ്ധിമുട്ടിയത് എന്ന് പറഞ്ഞാൽ എവിടെയാണ്, ഈ ഓപ്ഷനിലുള്ള ആൻസറിലോട്ട് എത്താനായിട്ടാണ് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇനി അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഒന്നുകൂടെ ഈ പറയുന്ന ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് നോക്കി വെക്കണം, സ്റ്റെപ്പുകൾ വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇഫ് theta equal to 45 degree, then what will be the value of sin theta plus cos theta divided by sin theta minus cos theta? ഓക്കെ, അപ്പോ നമ്മുടെ ഈ ക്വസ്റ്റ്യനകത്ത് തീറ്റയുടെ വാല്യൂ പറഞ്ഞിട്ടുണ്ട്. അത് എത്രയാണ്? 45 ഡിഗ്രിയാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിനകത്ത് തീറ്റ സെപ്പറേറ്റ് അവർ പറഞ്ഞിട്ടുണ്ട്. തീറ്റ എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സാധനത്തിന്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. കണ്ടുകാണുമല്ലോ, RRB NTPC 2021 വന്ന ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോ നമുക്ക് പറഞ്ഞു വരാം, സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഡിവൈഡ് ബൈ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. തീറ്റയ്ക്ക് എത്താന്ന് കൊടുക്കാം, 45 ഡിഗ്രി എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പൊ സൈൻ തീറ്റ ദാറ്റ് ഈസ് സൈൻ 45 ഡിഗ്രി പ്ലസ് കോസ് തീറ്റ ദാറ്റ് ഈസ് കോസ് 45 ഡിഗ്രി ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ മൈനസ് cos theta എന്നല്ലേ sin theta, that is sin 45 degree minus cos 45 degree പറ വാല്യൂസ് പറ. sin 45 that is എന്താണ്, 1/√2 ആണ്, പ്ലസ് cos 45 that is 1/√2 ആണ്, ഡിവൈഡഡ് ബൈ sin 45 degree that is 1/√2 ആണ്, മൈനസ് cos 45 degree that is 1/√2 ആണ്. എന്ത് സംഭവിച്ചു? ന്യൂമറേറ്റർ അതേപോലെ തന്നെ എഴുതി കൊടുത്തോ. അതേപോലെ തന്നെ എഴുതി കൊടുക്കുമ്പോ എങ്ങനെ കിട്ടും? 1/√2 പ്ലസ് 1/√2. ഡിനോമിനേറ്റർ എന്ത് സംഭവിച്ചു? ദിസ് വൺ മൈനസ് ദിസ് വൺ അല്ലേ, സെയിം നമ്പേഴ്സ് അല്ലേ. 1/√2 മൈനസ് 1/√2 എന്നാണ്. അതെന്തായി പോയി? 0 ആയി പോയി. സെറ്റ്. അപ്പോ ന്യൂമറേറ്ററിൽ ഒരു നമ്പർ ഉണ്ട്, ഡിവൈഡഡ് ബൈ 0. ഡിനോമിനേറ്ററിൽ ഒരു 0 വരെയാണെങ്കിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യും ആൻസർ വിൽ ബി ഇൻഫിനിറ്റി, അല്ലെങ്കിൽ നമ്മൾ നോട്ട് ഡിഫൈൻഡ് എന്നൊക്കെ പറയും അല്ലെ. ഡിനോമിനേറ്ററിൽ 0 വരാൻ പാടുണ്ടോ? ഡിനോമിനേറ്ററിൽ 0 വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പറയും? ദാറ്റ് വിൽ ബി ഇൻഫിനിറ്റി. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി, ഇൻഫിനിറ്റി എന്ന് പറയാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ കുറച്ച് കോംപ്ലക്സ് ആയിരുന്നു. ഇതെന്താണ്, വളരെ സിമ്പിൾ ആണ്. NTPC 2021 വന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാമോ? ഓക്കെ, നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ സ്ട്രോങ് ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, പറഞ്ഞു വരാം. RRB ഗ്രൂപ്പ് ഡി 2018 വന്ന ക്വസ്റ്റ്യൻ ആണ്, 2018 വന്ന ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, tan 60 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി മൈനസ് tan 60 ഡിഗ്രി മൈനസ് 30 ഡിഗ്രി. അപ്പൊ ഒന്നും കൂടെ,
tan 60 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി മൈനസ് tan 60 ഡിഗ്രി മൈനസ് 30 ഡിഗ്രി എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ശരി, വാ. അപ്പോ ഇവിടെ ഈ ബ്രാക്കറ്റിനകത്ത് ടാനിന്റെ ആംഗിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ കൊടുത്തിരിക്കുന്നത്? 60 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി എന്നല്ലേ? അപ്പൊ നമുക്ക് അതിനെ ചേർത്ത് എങ്ങനെ പറയാം? tan 90 ഡിഗ്രി എന്ന് പറയാം. tan 90 ഡിഗ്രി മൈനസ് ഇതിനെ നമ്മൾ എങ്ങനെ പറയും? tan 60 മൈനസ് 30 എന്ന് പറഞ്ഞാൽ that is tan 30 ആണ്. tan 30 ഡിഗ്രി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? രണ്ടെണ്ണം കൂട്ടിയാൽ കഴിയും. ഓക്കെ അല്ലേ? ശരി, അപ്പൊ tan 90 ഒന്ന് മനസ്സിൽ കൊണ്ടുപോകാം. tan 90 എന്ന് പറഞ്ഞാൽ സൈൻ ബൈ കോസ് എന്നാണ്. സൈൻ 90 എന്ന് പറഞ്ഞാൽ 1 ആണ്. കോസ് 90 എന്ന് പറഞ്ഞാൽ that is 0 ആണ്. 1/0 എന്തായിരിക്കും? that is ഇൻഫിനിറ്റി ആയിരിക്കും. ഇതിന്റെ വാല്യൂ എന്താണ്? ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റി മൈനസ് ഇതിന്റെ വാല്യൂ tan 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ that is 1/√3 പറ. ഒരു ഇൻഫിനിറ്റിയിൽ നിന്ന് വളരെ മൈന്യൂട്ടായുള്ള ഒരു വാല്യൂ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ, ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഓങ്ങോണ്ട് വലിയ വാല്യൂ ആണ്. വലിയ വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഫിനിറ്റി അങ്ങ് പോയിക്കൊണ്ടേയിരിക്കും. ഇൻഫിനിറ്റി ഒരു നെഗ്ലിജിബിളി കണ്ടോ, 1-നെക്കാട്ടിലും ലെസ് ആയിട്ടുള്ള ഒരു വാല്യൂ സബ്ട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എന്ത് തന്നെയായിരിക്കും? ദാറ്റ് വിൽ ബി ഇൻഫിനിറ്റി തന്നെയായിരിക്കും. ഇതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചു, ഭയങ്കര വലിയൊരു വാല്യൂ ആണ്. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു വാല്യൂ ആണ്. അതിൽ നിന്ന് ഒരു ചെറിയൊരു പോയിന്റ് സംതിങ് കുറച്ചാൽ അതിൽ എന്തെങ്കിലും മാറ്റം വരുമോ? ഇല്ല. അതെന്ത് തന്നെയാണ്? ഇൻഫിനിറ്റി തന്നെയാണ്. നമ്മൾ ഉറപ്പിച്ചു. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ ആണോ? അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? വാല്യൂസ് സ്ട്രോങ് ആയിരിക്കണം. കണ്ടോ? അപ്പോ എങ്ങനെ വേണമെങ്കിലും വാല്യൂസ് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അതിനായിട്ടുള്ള പ്രാധാന്യം ഉണ്ട് കേട്ടോ. ഞാൻ ഈ പറയുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്തെടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ RRB എക്സാംസിനൊക്കെ ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന വിത്ത് ഇയർ ഏത് എക്സാമിനാണ് എന്നുള്ള കാര്യം കൂടെ പറഞ്ഞു പോകും കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെ ഇതിനകത്ത് കയറ്റി പോകും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാമോ? ചോദ്യം. ഓക്കെ. അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്: 2 sin 30 ഡിഗ്രി ഡിവൈഡഡ് ബൈ 1 plus cos 30 ഡിഗ്രി പ്ലസ് 1 plus cos 30 ഡിഗ്രി ഡിവൈഡഡ് ബൈ sin 30 ഡിഗ്രി എത്രയാണ്? ശരി, അപ്പോ വാല്യൂസ് അറിയാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ശരി, അപ്പോ sin 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതെന്താണ്? 1/2 ആണ്. അപ്പോ ഓരോന്നായിട്ട് ഞാൻ വാല്യൂസ് ഇട്ടാൻ പറയണേ. അപ്പൊ 2 into sin 30 ഡിഗ്രി that is 2 into sin 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1/2 ഡിവൈഡഡ് ബൈ 1 plus cos 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ that is √3/2 എന്നാണ്. √3/2 പ്ലസ് 1 plus cos 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ that is √3/2 ഡിവൈഡഡ് ബൈ sin 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ that is 1/2. കുഴപ്പമില്ലല്ലോ. ശരി, വീണ്ടും ഇവിടെ നമുക്ക് എന്തൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് എന്തൊക്കെ ക്യാൻസൽ ചെയ്യാം? ഈ പറയുന്ന 2 1 ഇല്ലേ? ഈ 1/2 ഉള്ള 2 ഈ 2 തമ്മിൽ ക്യാൻസൽ ആയി പോലും. അവിടെ ക്യാൻസൽ ആവും. പിന്നെ അവിടെ എന്ത് വരും? 1 വരും അല്ലെ? 1 that is 1 ഡിവൈഡഡ് ബൈ ഇത് നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം? ഇത് നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ ഇത് 2 അല്ലെ? ക്രോസ് ചെയ്യുമ്പോൾ 1 into 2 that is 2 plus √3 എന്ന് വരും അല്ലെ? അപ്പോ 1 into 2 that is 2 ആണ്. 2 plus √3 ഡിവൈഡഡ് ബൈ 2 എന്നാണ്. ഡിവൈഡഡ് ബൈ 2 കുഴപ്പമില്ല. പ്ലസ് ഇത് എന്തായിട്ട് മാറും? 2 plus √3 ക്രോസ് ചെയ്യുമ്പോൾ 2 plus √3 ഡിവൈഡഡ് ബൈ 2 എന്നാവും. 2 plus √3 ഡിവൈഡഡ് ബൈ 2 എന്നാണ്. ഡിവൈഡഡ് ബൈ ഇവിടെ എന്തുണ്ട്? ഒരു 1/2 ഉണ്ട്. കുഴപ്പമില്ല. അപ്പോ ഇവിടെ നന്നായിട്ട് മനസ്സിലാക്കണേ. ഇവിടെ മേളിൽ ഒരു നമ്പർ ഉണ്ട്, താഴെ ഒരു ഫ്രാക്ഷൻ ഉണ്ട്. അപ്പൊ ഒന്നും കൂടെ എങ്ങനെയാണ്? മേളിൽ 1 എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട്, താഴെ ഒരു ഫ്രാക്ഷൻ ഉണ്ട് അല്ലെ? നമ്മൾ എന്ത് ചെയ്യും? ഒരു നമ്പറിന്റെ കീഴിൽ ഒരു ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ താഴെ വരുന്ന ഫ്രാക്ഷൻ എന്ത് ചെയ്യണം? അതിന്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം എന്നാണ് റൂൾ. അതിന്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോ 1 into ഇവിടെ സംഭവിക്കുന്നത് 1 into ഇതിന്റെ റെസിപ്രോക്കൽ that is 2/2 plus √3 എന്നാണ്. 2/2 plus √3 പ്ലസ് ഇവിടെ ഒരു ഫ്രാക്ഷൻ ഉണ്ട്, ഇവിടെ ഒരു ഫ്രാക്ഷൻ ഉണ്ട്. കീഴെ വരുന്ന അല്ലെങ്കിൽ താഴെ വരുന്ന ഫ്രാക്ഷനെ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് നമുക്ക് ഇങ്ങനെ പറയാം: 2 plus √3 ഡിവൈഡഡ് ബൈ 2 into
2/1 എന്നാണ്. കുഴപ്പമില്ലല്ലോ. ശരി, നമുക്ക് എന്തൊക്കെ ക്യാൻസൽ ചെയ്യാം? ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് പറയാം. ഇവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് ഈ 2 ക്യാൻസൽ ആയിപ്പോയി. കുഴപ്പമില്ല അല്ലെ? ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ വഴിയൊന്നുമില്ല. 1 into 2 എന്ന് പറയുന്നത് that is 2 divided by 2 plus √3 പ്ലസ് ഇവിടെ ഇനി ന്യൂമറേറ്ററിൽ എന്തുണ്ട്? ഒരു 2 plus √3 ഉണ്ട്. 2 plus √3 ഉണ്ട് അല്ലെ? ഇനി ഇവിടെ വേറെ ഒന്നുമില്ല എന്നല്ല, വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡ് ബൈ 1 എന്ന് പറയുന്നത് അല്ലെ? ഡിനോമിനേറ്ററിൽ വേറെ ഒന്നുമില്ല, ചേർത്തിലൊന്നുമില്ല അല്ലെ? ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ക്രോസ് ചെയ്യുക എന്നുള്ളൊരു വഴി മാത്രമേ ഉള്ളൂ. ക്രോസ് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും? 1 into 2 that is 2. 1 into 2 എന്ന് പറഞ്ഞാൽ 2 പ്ലസ് ഇവിടെ ക്രോസ് ചെയ്യുമ്പോൾ എന്ത് വരും? that is 2 plus √3 whole square എന്ന് വരും അല്ലേ? 2 plus √3 into 2 plus √3 എന്ന് പറഞ്ഞാൽ 2 plus √3 whole square divided by ഇവിടെ ഡിനോമിനേറ്റർ 2 plus √3 into 1 that is 2 plus √3. 2 plus √3. കുഴപ്പമില്ല. ഇവനെ നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? a plus b ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമല്ലോ ഈ സാധനത്തിന്. അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും? 2 plus a square plus 2ab plus b square എന്നാണ് അല്ലെ? അപ്പൊ a square എന്ന് പറയുമ്പോൾ 2 square എന്ന് പറയുമ്പോൾ that is 4 plus 2ab 2 into √3 that is 4√3 2ab plus b square √3 ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് വെറും 3 ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ 2 plus √3 എന്നാണ്. കുഴപ്പമില്ല. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം. 2 plus 4 എന്ന് പറഞ്ഞാൽ 6 plus 3 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും 9 plus 4√3 ഡിവൈഡഡ് ബൈ 2 plus √3 എന്നാണ്. 2 plus √3 ഇങ്ങനെ കിട്ടി. ഇങ്ങനെ ഒരു ഓപ്ഷൻ നമ്മുടെ ഓപ്ഷൻസിൽ ഒന്നുമില്ല അല്ലെ? ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടി നിൽക്കുന്നത് എന്താണ്? 9 plus 4√3 ഡിവൈഡഡ് ബൈ 2 plus √3 എന്നാണ്. അപ്പോ ഡിനോമിനേറ്ററിൽ ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ a plus √b എന്ന് പറഞ്ഞ ഫോം അല്ലെങ്കിൽ 2 plus √3 എന്നൊക്കെ പറഞ്ഞെങ്കിൽ നമ്മൾ ഇതിന്റെ കോൺജുഗേറ്റ് എടുത്ത് എന്ത് ചെയ്യണം? മേളിലും താഴെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇതിന്റെ കോൺജുഗേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ 2 plus √3 എന്ന 2 minus √3 എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? മേളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി ഇൻ കേസ് ഇവിടെ ഒരു 2 minus √3 വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? 2 plus √3 കൊണ്ട് മേളിലും താഴെയും മൾട്ടിപ്ലൈ. അപ്പൊ ഒന്നും കൂടെ ഇവിടെ 2 plus √3 ആണോ? നമ്മൾ മേളിലും താഴെയും 2 minus √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ശരി, അപ്പോ ഞാൻ മേളിലും 2 minus √3 കൊണ്ട് മൾട്ടിപ്ലൈ, ഡിനോമിനേറ്ററിലും 2 minus √3 കൊണ്ട് മൾട്ടിപ്ലൈ. ഓക്കെ അല്ലേ? ശരി, അപ്പോ ഇവിടെ നമ്മൾ ഈ പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇവിടെ ഈ ബ്രാക്കറ്റ് ഇൻറ്റു ഈ ബ്രാക്കറ്റ് എന്നാണ് ഇങ്ങനെ പറഞ്ഞു വരാം. 9 into 2 that is 18. 9 into minus √3 that is minus 9√3 plus 4 √3 into 2 that is 8√3. 4√3 into minus √3 that is minus ഈ √3 into √3 അല്ലെ? 4√3 into √3 എന്നാണ്. അപ്പൊ ഈ √3കൾ തമ്മിൽ എന്തായിട്ട് മാറും? 3 ആയിട്ട് അല്ലെ? √3 into √3 എന്ന് പറഞ്ഞാൽ 3 ആയിട്ട് മാറും. അപ്പൊ 4 into 3 that is 12 ആയിട്ട് മാറി. 12 ഡിവൈഡഡ് ബൈ ഇവിടെ a plus b into a minus b എന്നുള്ള ഫോമിലാണ് അത് കിടക്കുന്നത് അല്ലെ? a plus b into a minus b എന്നുള്ള രൂപമാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? a plus b into a minus b എന്ന് പറഞ്ഞാൽ a square minus b square അല്ലെ? a plus b into a minus b എന്നുള്ള രൂപത്തിലല്ലേ കിടക്കുന്നത്? അപ്പൊ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? a square minus b square എന്ന് പറഞ്ഞ് എഴുതാം. a square minus b square. a square that is 2 square എന്ന് പറഞ്ഞാൽ 4 മൈനസ് b square എന്ന് പറഞ്ഞാൽ √3 ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ that is 3. ഇനി കണ്ണ് തുറന്നൊന്ന് പറ. 18 minus 12 എന്ന് പറഞ്ഞാൽ that is 6 minus 9√3 plus 8√3 that is എന്താണ്? minus 1√3. minus 1√3 നമുക്ക് എങ്ങനെ എഴുതാം? minus √3 ഡിവൈഡഡ് ബൈ 4 minus 3 എന്ന് പറഞ്ഞാൽ 1. ഇതെന്ന് പറയുന്നത് എന്താണ്? 6 minus √3 ആയിരിക്കും. നമ്മുടെ ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി 6 minus √3 എന്ന് പറയുന്നത്. 6 minus √3 എന്ന് പറയുന്നത്. അപ്പോ ഇതിനകത്ത് കുറെ അധികം സ്റ്റെപ്പ് ഉണ്ട്. RRB ഗ്രൂപ്പ് ഡിക്ക് വന്നതാണ്, 2018 വന്ന ക്വസ്റ്റ്യൻ ആണ്. കുറച്ചധികം സ്റ്റെപ്പ് ഉണ്ട്. പക്ഷേ ഇതിനകത്ത് നമ്മൾ സ്റ്റാർട്ട് ഇടണമെങ്കിൽ നമ്മൾ എന്തറിയണം?
വാല്യൂസ് നമ്മൾ ഇന്ന് പഠിച്ച വാല്യൂസ് അറിയണം. ബാക്കി കാൽക്കുലേഷൻ ആണ്, മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻ, സിമ്പിൾ എന്നല്ല, കുറച്ച് അധികം കാൽക്കുലേഷൻ ഉണ്ട്. അപ്പോ ഇതിനകത്ത് മുഖ്യ കണ്ണി എന്ന് പറയുന്നത് എന്താണ്? വാല്യൂസ് അറിയാമെങ്കിൽ ബാക്കി കാൽക്കുലേഷൻ ആണ്. സാവധാനം നിങ്ങൾക്ക് ഇപ്പൊ ഇൻ കേസ് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു പോയത് നിങ്ങൾക്ക് മനസ്സിലായില്ല, ഒന്നും കൂടെ റിപ്പീറ്റ് അടിക്കും. മനസ്സിലായില്ല, ഒന്നും കൂടെ റിപ്പീറ്റ് അടിക്കും. ഉറപ്പായിട്ടും പറയാം, ഉറപ്പായിട്ടും കിട്ടും. അത്യാവശ്യം ഈ പറയുന്ന കോൺജുഗേറ്റിന്റെ കാര്യമൊക്കെ നമ്മൾ കാൽക്കുലേഷൻ അത്യാവശ്യം അറിഞ്ഞിരിക്കണം. ഡിനോമിനേറ്ററിൽ ഒരു 2+√3 വരണമെങ്കിൽ മേളിലും താഴെ 2 - √3 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ. ഇനി ഡിനോമിനേറ്ററിൽ ഒരു √3 മാത്രമേ ഉള്ളൂവെങ്കിൽ എന്ത് ചെയ്താൽ മതി? മേളിലും താഴെ ഒരു √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെടുത്താൽ മതി. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാൽക്കുലേഷൻസ് നിങ്ങൾ അത്യാവശ്യം ഒന്ന് പിടിച്ചോളണം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ മനസ്സിലായി എന്നാണ് വിശ്വസിക്കുന്നത്. കുഴപ്പമില്ലല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. sec 30° plus cos 30° വാല്യൂ എത്രയാണ്? അപ്പോ നമ്മുടെ sec 30° plus cos 30° എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോ സിമ്പിൾ ആണ്. നമുക്ക് ഇത് RRB ALPCB 2 2019 വന്ന ക്വസ്റ്റ്യൻ ആണ്. 2019 വന്നതാണ്. കുറച്ച് ടെക്നിക്കൽ പോസ്റ്റ് ആയിരുന്നു. അപ്പൊ അതിന് വന്നത് അത് RRB എക്സാം ആണ്. അതാണ് ഞാൻ എല്ലാം ഈ പറയുന്ന വിത്ത് ഇയർ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ, നമ്മൾ പറയുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ട് എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് വരണമല്ലോ. അപ്പോ ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം ഈ പറയുന്നതെല്ലാം എന്താണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ സ്ട്രോങ് ആയിരിക്കണേ. അപ്പോ sec 30° plus cos 30° എന്നാണ്. sec 30° plus cos 30°യുടെ വാല്യൂ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ശരി, sec 30. അപ്പൊ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്നത് sec എന്ന് പറഞ്ഞാൽ ആരുടെ റെസിപ്രോക്കലാണ്? sec എന്ന് പറഞ്ഞാൽ ആരുടെ റെസിപ്രോക്കലാണ്? കോസിന്റെ റെസിപ്രോക്കലാണ്. മനസ്സിൽ വന്ന? അപ്പൊ ഒന്നും കൂടെ, sec എന്ന് പറഞ്ഞാൽ കോസിന്റെ റെസിപ്രോക്കലാണ്. അപ്പോ cos 30°യുടെ റെസിപ്രോക്കൽ പറഞ്ഞാൽ മതിയാവും. ഓക്കെ ആണോ? അപ്പോ നമുക്ക് ആദ്യം പറയേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്? sec 30° അല്ലെ? sec 30°യുടെ വാല്യൂ ആണ് നമുക്ക് കൊണ്ടുവരേണ്ടത് അല്ലെ? അപ്പോ sec എന്ന് പറഞ്ഞാൽ ആരുടെ റെസിപ്രോക്കൽ ആണ് എന്ന് നമ്മുടെ മനസ്സിൽ വേണം. sec എന്ന് പറഞ്ഞാൽ ആരുടെ റെസിപ്രോക്കൽ ആണ്? ദാറ്റ് ഈസ് കോസിന്റെ റെസിപ്രോക്കൽ ആണ്. അപ്പോ cos 30°യുടെ റെസിപ്രോക്കൽ പറഞ്ഞാൽ മതി. cos 30° എത്രയാണ്? ദാറ്റ് ഈസ് √3/2 ആണ്. √3/2ന്റെ റെസിപ്രോക്കൽ ദാറ്റ് ഈസ് 2/√3 പ്ലസ് cos 30° എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് √3/2 ആണ്. √3/2 ക്രോസിംഗ് ആഡ് ചെയ്യണമല്ലോ. 2 × 2 ദാറ്റ് ഈസ് 4 പ്ലസ് √3 × √3 ദാറ്റ് ഈസ് 3 ഡിവൈഡഡ് ബൈ 2 × √3 ദാറ്റ് ഈസ് 2√3. നമുക്ക് ഇങ്ങനെ കിട്ടി 4 + 7 ദാറ്റ് ഈസ് 7. സോറി, 4 + 3 ദാറ്റ് ഈസ് 7. 7 ഡിവൈഡഡ് ബൈ 2√3. നിർഭാഗ്യവശാൽ ഓപ്ഷനിലില്ല അല്ലെ? ഓപ്ഷനിൽ ഈ പറഞ്ഞ ആൻസർ ഉണ്ടോ? നമുക്ക് ഓപ്ഷനിലുള്ള ആൻസർ ആണ് ആവശ്യം. അപ്പോ ഈ പറയുന്ന ഡിനോമിനേറ്റർ ഒന്ന് ചേഞ്ച് ചെയ്തെടുക്കാനായിട്ട്, ഡിനോമിനേറ്റർ ചേഞ്ച് ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്തു? മേളിലും താഴെ ദാറ്റ് ഈസ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഞാൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഡിനോമിനേറ്ററും ന്യൂമറേറ്ററിലും എന്ത് ചെയ്തു? √3 കൊണ്ട്. അപ്പോ മേളിൽ ന്യൂമറേറ്ററിൽ √3 മൾട്ടിപ്ലൈ ചെയ്യുന്നു, താഴെയും ഞാൻ എന്ത് ചെയ്യുന്നു? √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. വാല്യൂനൊന്നും ചേഞ്ച് വരില്ല. അപ്പൊ നമുക്ക് പറയാം 7 × √3 that is 7√3 divided by 2 × √3 എന്ത് സംഭവിക്കും? 2 × √3 √3 × √3 that is 3 × 2 that is 6. വന്നല്ലോ കിട്ടിയല്ലോ. ഓപ്ഷൻ ഡി നമ്മുടെ ആൻസർ 7√3 divided by 6. 7√3 divided by 6. ഓക്കെ അല്ലേ? അപ്പോ നമ്മള് ഇതിനകത്തുള്ള ഒരു ചടങ്ങ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഓപ്ഷനിലുള്ള ആൻസറിലോട്ട് വരിക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ചടങ്ങാണ്. ഓക്കെ, അപ്പോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി 7√3 divided by 6. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ട്രിഗണോമെട്രിയോട് ബന്ധപ്പെട്ട ട്രിഗണോമെട്രിയുടെ പാർട്ട് 1 ആണ് ഈ ഒരു ക്ലാസ്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനായിട്ടുള്ളത്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നമ്മൾ ഇന്ന് ആദ്യം നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഈ പറയുന്ന പൈതഗോറസ് തിയറം അല്ലെ, പൈതഗോറസ് തിയറം ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അഡ്ജസന്റ് സൈഡ് എന്താണെന്ന് പറഞ്ഞു, ഓപ്പോസിറ്റ് സൈഡ് എന്താണെന്ന് പറഞ്ഞു, സൈൻ എക്സ് എങ്ങനെ കണ്ടുപിടിക്കും, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് ആണ്, കോസ് എങ്ങനെ കണ്ടുപിടിക്കും അല്ലെ, അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടനസ് ആണ്, ടാൻ എന്താണ് അല്ലെ, ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ആണ്. പിന്നെ ഇങ്ങനെയുള്ള ട്രിഗണോമെട്രി റേഷ്യോസിന്റെ ബേസിക് കാര്യങ്ങൾ പറഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട 1-2 ക്വസ്റ്റ്യൻസ് നമ്മൾ അവിടെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിന്റെ എല്ലാം റെസിപ്രോക്കൽസ് അല്ലെ, സൈനിന്റെ റെസിപ്രോക്കൽ കൊസീക്ക് ആണ്, കോസിന്റെ റെസിപ്രോക്കൽ സീക്ക് ആണ്, ടാനിന്റെ റെസിപ്രോക്കൽ കോട്ട് ആണ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ബേസിക് കാര്യങ്ങൾ അതെല്ലാം നമ്മൾ സ്ട്രോങ് ആക്കി.
അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചതെന്നാണ് ബേസിക് വാല്യൂസ് ആണ്. 0 ഡിഗ്രിയുടെയും 30 ഡിഗ്രിയുടെയും 45 ഡിഗ്രി ഈ പറയുന്ന ഓരോ ട്രിഗണോമെട്രിക് റേഷ്യോസിന്റെയും ബേസിക് വാല്യൂസ് എന്താണെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സ്ട്രോങ് ആയിരിക്കണം. ഇത് ബേസ് ആണ്, പക്ക ബേസ് ആണ് കേട്ടോ. ഇനി അങ്ങോട്ട് വരുന്ന കുറച്ച് വലിയ വലിയ ക്വസ്റ്റ്യൻസിനകത്ത് നമ്മൾ ഈ പറയുന്ന ബേസ് ഒക്കെ നമ്മൾ അറിയാതെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അന്നേരം നമുക്ക് ഈ പറയുന്ന ബേസിക് കാര്യങ്ങൾ പറയാനായിട്ട് ഇടവരരുത്, നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ ഒരു അറിവേന്ന് നമ്മൾ എല്ലാവർക്കും അറിയാം, ഈ പറയുന്ന ട്രിഗണോമെട്രിയുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഫ്രം ദ വെരി ബേസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒരു അറിവേന്ന് തന്നെ പഠിക്കണം, ഒരു അറിവേന്ന് തന്നെ പഠിക്കണം, നോട്ട് എഴുതണം. ഉറപ്പായിട്ട് നിങ്ങൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്യണം. കണ്ടോണ്ടിരുന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് RRB എക്സാമിനെ സംബന്ധിച്ച് നമുക്ക് മാക്സിമം സ്പീഡ് അറ്റൻഡ് ചെയ്യണം എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് അറിയാൻ മാത്രം പോരാ, നമ്മൾ സ്പീഡ് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ സ്പീഡ് കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ എന്ത് ചെയ്യണം, പേന പിടിച്ച് നമ്മൾ തന്നെ എഴുതണം. അപ്പോൾ ഇതിനെ ഒന്ന് നിങ്ങൾ നോട്ടാക്കണം, പക്കയായിട്ട് അങ്ങ് പഠിച്ച് മാറ്റി വെക്കണം, പക്കയായിട്ട് പഠിച്ചങ്ങ് മാറ്റി വെക്കണം. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ബേസിക് കാര്യങ്ങളുണ്ട്, ഒപ്പം ഇന്ന് പഠിച്ച കാര്യങ്ങളുടെയും പ്രോബ്ലംസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു അരുവേന്ന് പഠിച്ച് ബേസ് കയറി ട്രിഗണോമെട്രി കംപ്ലീറ്റ് അങ്ങ് പഠിച്ചു കൊടുക്കും. ഓക്കെ അല്ലേ? എല്ലാവരെ കൊണ്ട് പറ്റും. കാരണം പലരും സ്കിപ്പ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു അല്പം ഇമ്പോർട്ടൻസ് കൊടുത്ത് ഞാൻ എന്റെ ക്ലാസ്സുകളിൽ ഇത് ഉൾപ്പെടുത്താമെന്ന് വിചാരിക്കുന്നത്. ഞാൻ PSCയുടെ ക്ലാസ്സുകൾ ഇങ്ങനെ ഒരു ടോപ്പിക് വൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിനോടൊപ്പം തന്നെ ഈ ട്രിഗണോമെട്രി എന്ന് പറയുന്ന ടോപ്പിക്കിന് അത്യാവശ്യം ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ ക്ലാസ്സുകൾ ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ട് മനസ്സിലാവും. അപ്പോൾ എന്നോടൊപ്പം നിങ്ങൾ ഉണ്ടാവണം. ഈ പറയുന്ന ബേസിക് കാര്യങ്ങൾ നമുക്ക് പഠിച്ച് സെറ്റ് ആവും. അപ്പോൾ ഈ ഒരു ക്ലാസ് വളരെ നന്നായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഉറപ്പായിട്ട് നിങ്ങൾ മനസ്സിലായി എങ്കിൽ ഈ ഒരു ചാനൽ, നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ബാക്കിയുള്ളവർക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരെ ഒന്ന് അറിയിക്കുക ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ട്രിഗണോമെട്രിയുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ക്ലാസ്സുകൾ നടക്കുന്നുള്ള കാര്യം ബാക്കിയുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.